Good morning. Good morning, Miss. Good morning. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. ഞാൻ ഫസ്റ്റ് സെഷൻ ഞാനാണ് എടുക്കുന്നത്. സെക്കൻഡ് സെഷനിൽ മിലു മിസ് കയറും കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ എന്താണ് പഠിച്ചത്? ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഡയറ്ററി സർവീസസ് എന്ന് പറയുന്ന ഒരു പുതിയ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അല്ലെ. ഡയറ്ററി സർവീസസ് എന്താണെന്നും അതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്. പിന്നെ നമ്മൾ കണ്ടു ഒരു ഡയറ്റീഷ്യൻ ആരാണെന്ന് അല്ലെ. നമുക്കറിയാം ഡയറ്ററി സർവീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന ഒരാളാണ് ഒരു ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അദ്ദേഹം ഒരു ഡയറ്റീഷ്യൻ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. പിന്നെന്താണ് നമ്മൾ കണ്ടത്? കോമൺ ടൈപ്സ് ഓഫ് ഡയറ്റ് അല്ലെ. വിവിധ തരത്തിൽപ്പെട്ട ഡയറ്റുകൾ, അതായത് എന്താ പറയാ, നമ്മളതിനെ തെറാപ്യൂട്ടിക് ഡയറ്റ്സ് എന്നാണ് പറയാ അല്ലെ. തെറാപ്യൂട്ടിക് ഡയറ്റ്സ് ആണ്. കാര്യം എന്താണ്? ഓരോ രോഗത്തിനും എന്താണ് അനുസരിച്ചുള്ള ഒരു ഭക്ഷണക്രമം. അതുകൊണ്ട് നമുക്ക് അതിനെ എന്ത് പറയാം? തെറാപ്യൂട്ടിക് ഡയറ്റ്സ് എന്ന് പറയാം അല്ലെ. കാർഡിയാക് ഡയറ്റ് ഉണ്ടായിരുന്നു, റീനൽ ഡയറ്റ് ഉണ്ടായിരുന്നു, ലോ സോഡിയം ഡയറ്റ്, അങ്ങനെ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റ് നമ്മൾ കണ്ടിരുന്നു. പിന്നെ എന്താണ് നമ്മൾ പഠിച്ചത്? ഡയറ്ററി മാനേജ്മെന്റിന്റെ പ്രാധാന്യം എന്താണ് അല്ലെ. അതായത് ഒരു ഭക്ഷണ നിയന്ത്രണത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കി. പിന്നെ ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഐഡിയൽ ലൊക്കേഷൻ എവിടെയായിരിക്കണം. പിന്നെ നമ്മൾ അതിന്റെ ഒരു സ്റ്റാഫിംഗ് കൂടെ കണ്ടത്, ഒരു ഓർഗാനോഗ്രാം പോലെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നിങ്ങളെല്ലാരും വായിച്ചു നോക്കിയിരുന്നോ? വായിച്ചു നോക്കിയോ? എന്താണ് ആരൊന്നും ഇല്ലാത്തത്? വായിച്ചു നോക്കിയില്ലേ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ എടുത്തത്? ശരി. അപ്പൊ നമ്മള് നമ്മള് പരമാവധി ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവര് ഓൺ ടൈമിൽ തന്നെ കയറാൻ നോക്കണം കേട്ടോ. പിന്നെ നമ്മൾ കുറച്ചും കൂടി സ്പീഡായിട്ട് നമ്മള് എടുക്കും. അതായത് ഓവർ സ്പീഡ് ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ചും കൂടി സ്പീഡിൽ നമുക്ക് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പോർഷൻസ് നമുക്ക് കുറച്ചധികം കവർ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങള് ക്ലാസ് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. കൂടുതൽ നമുക്ക് ടൈം കളയാനില്ല. നിങ്ങൾ അതൊക്കെ ആയിട്ട് സഹകരിക്കണം കേട്ടോ. ശരി, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് എന്താണ്? ജോബി ക്ലിയർ ആകുന്നില്ലേ? സൗണ്ട് ക്ലിയർ അല്ല? ഔട്ട് സൈഡ് വോയിസ് വരുന്നുണ്ട് അല്ലെ. ഒരു മിനിറ്റ് കേട്ടോ. ഇപ്പൊ വോയിസ് ക്ലിയർ ആവുന്നുണ്ടോ? വോയിസ് ഇപ്പൊ ക്ലിയർ അല്ലേ? പുറത്തൊരു ശബ്ദം വരുന്നുണ്ടോ? ഇല്ലല്ലോ, ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാനൊന്ന് ഓൺ മ്യൂട്ട് ചെയ്യാനേ. എക്സാം അറിയിക്കും കേട്ടോ. അതാ എക്സാം അറിയിക്കും. നമ്മളുടെ പോർഷൻസ് തീരുന്നതിനനുസരിച്ചായിരിക്കും കേട്ടോ. എക്സാമിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുൻകൂട്ടി തന്നെ അറിയിക്കും. ഞാൻ ഓൺ മ്യൂട്ട് ചെയ്യാനേ. ഇപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഡയറ്ററി സർവീസസിന്റെ ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് അറിയാമോ? റോൾ ഓഫ് ഡയറ്റീഷ്യൻസ്.
ഇതാണ് റോൾ ഓഫ് ഡയറ്റീഷ്യൻസ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഓർഗാനോഗ്രാം അല്ലെ ഒരു സ്റ്റാഫിംഗ് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത പോർഷൻ ആണ്. എന്താണത്? റോൾ ഓഫ് ഡയറ്റീഷ്യൻ അല്ലെ. ഡയറ്റീഷ്യൻസിന്റെ റോള് എന്താണ്? നമുക്കറിയാതെ ഒരു ഡയറ്റീഷ്യൻ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. കാര്യം നമുക്കറിയാം ഒരു ഡയറ്ററി സർവീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെ ഡയറ്റീഷ്യൻ. രോഗികളുടെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ചുകൊണ്ട് അവർക്ക് വേണ്ട പോഷകാഹാര ശുപാർശകളും അതുപോലെ അവർക്ക് വേണ്ട ഡയറ്റ് പ്ലാനും ഒക്കെ കൊടുക്കുന്ന വ്യക്തിയാണ് അല്ലെ ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ റോള് എവിടെയൊക്കെയാണ് ഉള്ളത്? ഇനി അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു 4 പോയിന്റ്സ് ആണ് അതിനകത്ത് വരുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ഇൻപേഷ്യന്റ് കേറ്ററിംഗ്. എന്താണ്? ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. സെക്കൻഡ് വൺ എന്താണ്? ഡയറ്റ് കൗൺസിലിംഗ് അല്ലെ. ഡയറ്റ് കൗൺസിലിംഗ് അഥവാ നമുക്ക് എന്ത് പറയാം? ന്യൂട്രീഷണൽ കൗൺസിലിംഗ് എന്നും പറയാം കേട്ടോ. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്താണ്? കമേഴ്സ്യൽ കാറ്ററിംഗ്. എന്താണ്? കമേഴ്സ്യൽ കാറ്ററിംഗ്. ആൻഡ് ഫോർത്ത് പോയിന്റ് എന്താണ്? എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. ഈ ഒരു 4 മേഖലകളിലും ആരുടെ റോള് വരുന്നുണ്ട്? ഡയറ്റീഷ്യന് റോള് വരുന്നുണ്ട്. ഏതൊക്കെയാണ് 4 പോയിന്റ്സ്? ഒന്നാമത് ഇൻപേഷ്യന്റ് കാറ്ററിംഗ്, സെക്കൻഡ് വൺ ഡയറ്റ് കൗൺസിലിംഗ്, തേർഡ് വൺ എന്താണ്? കമേഴ്സ്യൽ കാറ്ററിംഗ്, ആൻഡ് ഫോർത്ത് വൺ എന്താണ്? എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. ഇനി നമുക്ക് ഓരോന്നും എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. എന്തായിരിക്കും ഇൻപേഷ്യന്റ് കാറ്ററിംഗ്? നിങ്ങൾക്ക് തന്നെ ഗസ് ചെയ്യാനായിട്ട് പറ്റും. എന്തായിരിക്കും അത്? ഇൻപേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്ന രോഗികൾ അല്ലെ എന്ന് പറഞ്ഞാൽ അതെ ജോലി അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ്. അപ്പൊ ഇത്തരത്തിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്ന ഇൻപേഷ്യൻസിന്റെ ഭക്ഷണ സേവനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്തെന്ന് പറയുന്നത്? ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്ന് പറയുന്നത്. കറക്റ്റ് ആണ് കേട്ടോ. അഡ്മിറ്റഡ് പേഷ്യൻസിന്റെ ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ടത്. നമുക്ക് നോക്കാം കേട്ടോ. ലിസ്റ്റ് വായിക്കാണ്. It deals with the provision of meals to the patients who are admitted in the hospital. Okay, Jaswini, good morning. കഴിഞ്ഞ ദിവസം കണ്ടില്ലല്ലോ ജസ്വിനെ. ഓക്കെ, സാജിത ചാപ്റ്റർ 23 ആണ് കേട്ടോ. 23 ആണ്. നിങ്ങൾക്ക് നേരത്തെ നോട്ട്സ് കിട്ടിയതാണല്ലോ. 23 ആണ് കേട്ടോ ചാപ്റ്റർ, ഡയറ്ററി സർവീസസ്. ഓക്കെ, അപ്പൊ നമ്മള് എന്താണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്ന് പറഞ്ഞാല് ഇറ്റ് ഡീൽസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് മീൽസ് ടു ദ പേഷ്യൻസ് ഹു ആർ അഡ്മിറ്റഡ് ഇൻ ദ അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ. അതായത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടിരിക്കുന്ന ഇൻപേഷ്യൻസിന്റെ ഭക്ഷണ സേവനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയായിരിക്കണം നമ്മുടെ ഇൻപേഷ്യൻസിന് ഭക്ഷണ സേവനം നടത്തേണ്ടത്? എങ്ങനെയുള്ള ഭക്ഷണമാണ് അവർക്ക് കൊടുക്കേണ്ടത്? അതാണ് ഈ സെക്കൻഡ് പാരഗ്രാഫിനകത്ത് പറയുന്നത്. സെക്കൻഡ് പാരഗ്രാഫ് അല്ല, അടുത്ത സെന്റൻസിനകത്ത് പറയുന്നത് എന്താണ്? ഇറ്റ് ഷുഡ് ബി എ ബാലൻസ്ഡ് ഡയറ്റ്. എന്താണ്? ഇറ്റ് ഷുഡ് ബി എ ബാലൻസ്ഡ് ഡയറ്റ് that provides sufficient calories considering the type of underlying illness, any extra nutritional needs and the normal food habits of patients in the state. എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അതായത് ഒരു പേഷ്യന്റിന് കൊടുക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി എ ബാലൻസ്ഡ് ഡയറ്റ് അല്ലെ. അതൊരു സമീകൃത ആഹാരമായിരിക്കണം. എന്തെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ അതിനൊരു സമീകൃത ആഹാരം അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്? 3 കാര്യങ്ങളാണ് പറയുന്നത് അല്ലെ. ഒന്നാമത്തെ എന്താണ്? ആ രോഗിയുടെ രോഗാവസ്ഥ അല്ലെ, അണ്ടർലൈങ് ഇൽനെസ്. അവരുടെ രോഗത്തിന്റെ തരം എന്താണ്, അതിന്റെ നേച്ചർ എന്താണ്. അപ്പൊ ആ ഒരു എന്താണ് അണ്ടർലൈങ് ഇൽനെസ് അല്ലെ, രോഗത്തിന്റെ സ്വഭാവം മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ എന്താണ്? നോർമൽ ഫുഡ് ഹാബിറ്റ്സ് ഓഫ് പേഷ്യൻസ് ഇൻ ദ സ്റ്റേറ്റ്. സാധാരണയായിട്ട് ആ ഒരു പേഷ്യന്റിന്റെ ഒരു നോർമൽ ഭക്ഷണ രീതികൾ എന്തൊക്കെയാണ്? ഇനി അതിനകത്ത് എന്തെല്ലാം എക്സ്ട്രാ ന്യൂട്രീഷണൽ നീഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നോർമൽ ആയിട്ടുള്ള അവരുടെ ഭക്ഷണശീലത്തില് എന്തെല്ലാം നമ്മുടെ എക്സ്ട്രാ പോഷക ആവശ്യകതകൾ ഉണ്ട്, അതുപോലെ തന്നെ അവരുടെ രോഗത്തിന്റെ അവസ്ഥ. ഈ 3 കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് മതിയായ അളവിൽ കാലറികൾ അടങ്ങിയ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം ആർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇൻപേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്.
മനസ്സിലായോ? വെറുതെ ഒരു ഭക്ഷണമല്ല അവർക്ക് നമ്മൾ പ്ലാൻ ചെയ്ത് കൊടുക്കുന്നത്. അവരുടെ രോഗാവസ്ഥ അല്ലെ, അണ്ടർലൈൻ ഇൽനെസ്, അതിന്റെ സ്വഭാവം, എങ്ങനെയുള്ള രോഗമാണ്, അതിന് ഏത് തരത്തിലുള്ള ഭക്ഷണക്രമമാണ് അവർക്ക് കൊടുക്കേണ്ടത്, അത് മനസ്സിലാക്കണം, അത് കൺസിഡർ ചെയ്യണം. പിന്നെന്താണ്, നോർമലി ഉള്ള അവരുടെ ആ ഒരു ഭക്ഷണ രീതികൾ എന്തൊക്കെയാണ്, ആ ഒരു നോർമൽ ഭക്ഷണ രീതിയിൽ നിന്നും എന്തെല്ലാം അവശ്യ പോഷകങ്ങൾ അവർക്ക് വേണം, എക്സ്ട്രാ എന്തെല്ലാം അവർക്ക് ന്യൂട്രീഷണൽ നീഡ്സ് ഉണ്ട്, ഈ പറയുന്ന 3 കാര്യങ്ങളിൽ ഒരുപോലെ പരിഗണിച്ചുകൊണ്ട് മതിയായ അളവിൽ കാലറി അടങ്ങുന്ന ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം ഈ പേഷ്യൻസിനായിട്ട് ഒരു ഡയറ്റീഷ്യൻ പ്രൊവൈഡ് ചെയ്യുന്നത്. മനസ്സിലായോ? അത്രയേ ഉള്ളൂ ഇത് ഇൻപേഷ്യന്റ് കാറ്റഗറി. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ ആണല്ലോ? സിമ്പിൾ അല്ല. എന്തൊക്കെ പോയിന്റ്സ് ആണ് അവിടെ കൺസിഡർ ചെയ്യേണ്ടത്? ഒന്ന് അണ്ടർലൈൻ ഇൽനെസ്, ഓക്കെ, പിന്നെ എക്സ്ട്രാ ന്യൂട്രീഷണൽ നീഡ്സ്. മൂന്നാമത്തെ എന്താണ് നമ്മൾ പറയുന്നത്? അവരുടെ നോർമൽ ഫുഡ് ഹാബിറ്റ്സ്. നമുക്കറിയാം അല്ലെ, സാധാരണ അവരുടെ ഒരു നോർമൽ ഫുഡ് ഹാബിറ്റ്സിന് പെട്ടെന്ന് ഒരു ചേഞ്ച് വരാന്ന് പറയുമ്പോൾ അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അതിൽ നിന്നും അവർക്ക് കുറച്ച് എക്സ്ട്രാ എന്തെങ്കിലും ചേർക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് വേണം ഒരു ബാലൻസ്ഡ് ഡയറ്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. എന്താ ഏറ്റവും റോൾ കളിക്കുന്നത് ആരാണ്? ഒരു ഡയറ്റീഷ്യൻ ആണ് അല്ലെ. ഒരു ഡയറ്റീഷ്യൻ ആണ് അതിനനുസരിച്ച് അവർക്കൊരു ഡയറ്റ് പ്ലാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. സെക്കൻഡ് പോയിന്റ് വരുന്നത് എന്താണ്? ഡയറ്റ് കൗൺസിലിംഗ്. സെക്കൻഡ് പോയിന്റ് എന്താണ്? ഡയറ്റ് കൗൺസിലിംഗ്. എന്തായിരിക്കും ഡയറ്റ് കൗൺസിലിംഗിന് പറയുന്നത്? നിങ്ങൾക്ക് വായിക്കാം. ഇറ്റ് ക്യാൻ ബി ഗിവൺ ആസ് ഔട്ട് പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്സ്. അതായത് ഒരു ഡയറ്റ് കൗൺസിലിംഗ് ഡയറ്റീഷ്യന് എങ്ങനെ കൊടുക്കാം? ഒരു ഔട്ട് പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്കുകളിലൂടെ നൽകാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്കൊരു ഡയറ്റ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഹോസ്പിറ്റലിൽ മാത്രമല്ല ലഭിക്കുന്നത്. മനസ്സിലായോ? പുറത്ത് മറ്റേതെങ്കിലും ഡയറ്റ് ക്ലിനിക്കുകൾ വഴിയായിട്ടും നമുക്ക് എന്ത് കൊടുക്കാനായിട്ട് സാധിക്കും? ഡയറ്റ് കൗൺസിലിംഗ് കൊടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് ക്യാൻ ബി ഗിവൺ ആസ് ഔട്ട് പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്സ്. ഔട്ട് പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്കുകളിലൂടെയും നമുക്ക് ഡയറ്റ് കൗൺസിലിംഗ് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെന്താണ്? when the patients are referred by clinicians, dietitians to calculate their dietary needs in view of the body weight. അതായത് എപ്പോഴാണോ രോഗികളെ ക്ലിനിഷ്യൻസ് റെഫർ ചെയ്യുന്നു, ക്ലിനിഷ്യൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഡോക്ടേഴ്സ് തന്നെയാണ് അല്ലെ. ക്ലിനിക്കൽ പ്രാക്ടീസിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ അത് എന്താണ്? ഡോക്ടേഴ്സ് തന്നെയാണ് അല്ലെ. അപ്പൊ അത്തരം ക്ലിനിഷ്യൻസ് ആയിരിക്കും പേഷ്യൻസിനെ അവരുടെ അടുത്തേക്ക് റെഫർ ചെയ്യുന്നുണ്ടാവുക, ഡയറ്റീഷ്യന്റെ അടുത്തേക്ക് റെഫർ ചെയ്യുന്നുണ്ടാവുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഷുഗർ പേഷ്യന്റ് ആണെന്നിരിക്കട്ടെ, പ്രമേഹ രോഗിയാണെന്നിരിക്കട്ടെ, അദ്ദേഹം മെഡിസിൻ എടുക്കുന്നുണ്ട്, പക്ഷെ ഒരു കാരണം ഒരു തരത്തിലും അദ്ദേഹത്തിന്റെ ഒരു ഗ്ലൂക്കോസിന്റെ അളവ് ഒരു കൺട്രോളിൽ വരുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ ഡയബറ്റോളജിസ്റ്റ് എന്ത് പറയും? ഞങ്ങളുടെ ഭക്ഷണക്രമത്തിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ ഒന്ന് വരുത്തി നോക്കാനായിട്ട് അവരോട് ആവശ്യപ്പെടും. അപ്പൊ സ്വാഭാവികമായിട്ടും ഡോക്ടർ ആര് സജസ്റ്റ് ചെയ്യാറ്? ഒരു ഡയറ്റീഷ്യന്റെ എന്താണ് നിർദ്ദേശം എടുക്കാനായിട്ട് അവരോട് ആവശ്യപ്പെടും. എന്നതുപോലെ സാധാരണ ഒരു ക്ലിനിഷ്യൻസ് അഥവാ ഡോക്ടേഴ്സ് ഈ പറയുന്ന പേഷ്യൻസിനെ ഡയറ്റീഷ്യന്റെ അടുത്തേക്ക് റെഫർ ചെയ്യുന്ന സമയത്ത് ഡയറ്റീഷ്യൻസ് എന്താ ചെയ്യുന്നത്? dietitians to calculate their dietary needs in view of the body weight. അല്ലെ, ആ ഒരു രോഗിയുടെ ശരീരഭാരം കണക്കിലെടുത്തുകൊണ്ടായിരിക്കും, ശരീരഭാരം പരിഗണിച്ചുകൊണ്ടായിരിക്കും ഡയറ്റീഷ്യൻസ് അവരുടെ ഡയറ്ററി നീഡ്സുകളെല്ലാം തന്നെ കണക്കാക്കുന്നത്. അത് മാത്രമല്ലാണ്ടോ മറ്റു പലതും ഉണ്ട്. അതാണ് നെക്സ്റ്റ് സെന്റൻസിൽ പറയുന്നത്. എന്തൊക്കെയാണത്? ഒന്ന് അണ്ടർലൈൻ ഡിസീസ്, അണ്ടർലൈൻ ഡിസീസ്, അതുപോലെ തന്നെ ഫുഡ് ഹാബിറ്റ്സ്. ഫുഡ് കഴിഞ്ഞിട്ട് ഒരു കോമ ഇട്ടിട്ടുണ്ട്, അത് ഒരുമിച്ച് വായിക്കാം കേട്ടോ. ഫുഡ് ഹാബിറ്റ്സ്, പിന്നെന്താണ്? അവൈലബിലിറ്റി ആൻഡ് acceptability of various foods depending upon the economic condition of each patient. എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ പരിഗണിക്കുന്നത്? ഒരു രോഗിയുടെ ശരീരഭാരം അല്ലെ, ശരീരഭാരം നോക്കിയിട്ട് അയാൾ ഓവർ വെയിറ്റ് ആണോ അല്ലെങ്കിൽ അണ്ടർ വെയിറ്റ് ആണോ, അദ്ദേഹത്തിന് എന്തെങ്കിലും ഭക്ഷണത്തിൽ ഒഴിവാക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ടോ, അതൊക്കെ അറിയണമെങ്കിൽ എന്ത് വേണം? നോക്കണം, അവരുടെ ശരീരഭാരം പരിഗണിക്കണം അല്ലെ, അവരുടെ ശരീരഭാരം കണക്കിലെടുക്കണം. പിന്നെന്താണ് പറയുന്നത്? അണ്ടർലൈൻ ഡിസീസ് എപ്പോഴും പരിഗണിക്കേണ്ട കാര്യമാണ് അല്ല, അവരുടെ രോഗത്തിന്റെ ഒരു നേച്ചർ, അതിന്റെ ഒരു സ്വഭാവം, തരം എങ്ങനെയാണെന്ന് നോക്കണം. പിന്നെന്താണ്? ഫുഡ് ഹാബിറ്റ്സ് അല്ലെ, അവരുടെ സാധാരണയുള്ള ഒരു ഭക്ഷണശീലങ്ങൾ ഇങ്ങനെയാണ്. പിന്നെന്താണ് പറയുന്നത്? എന്താണ് ചാപ്റ്റർ 23 ട്ടോ, ഡയറ്ററി സർവീസസ്. പിന്നെന്താണ് പറയുന്നത്? അവൈലബിലിറ്റി ആൻഡ് ആക്സെപ്റ്റബിലിറ്റി ഓഫ് വാരിയസ് ഫുഡ്സ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഇക്കണോമിക് കണ്ടീഷൻ ഓഫ് ഈച്ച് പേഷ്യന്റ്. അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ലഭ്യതയാണ് അല്ലെ, ഭക്ഷണ സാധനങ്ങളുടെ ലഭ്യതയാണ്.
പിന്നെന്താണ് ആക്സെപ്റ്റബിലിറ്റി ഓഫ് വാരിയസ് ഫുഡ്സ്, അതായത് സ്വീകാര്യത. ആക്സെപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സ്വീകാര്യതയാണ് അല്ലെ. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാ ഭക്ഷണവും ഒരുപോലെ പറ്റിയെന്ന് വരില്ല അല്ലെ. ചില ആളുകളെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് ചെമ്മീനൊക്കെ അലർജി ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ചില ഫുഡുകൾ ചിലർക്ക് എന്തായിരിക്കും അലർജിക് ആയിരിക്കും. അതുപോലെ ഇപ്പോ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഇപ്പൊ കടല, പരിപ്പ്, പയർ ചില ആളുകൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താണ്, അത് ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും. അപ്പൊ എല്ലാവർക്കും എല്ലാ ഫുഡുകളൊന്നും പറ്റില്ല അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ആക്സെപ്റ്റബിലിറ്റി ഓഫ് വാരിയസ് ഫുഡ്സ് ഇതെല്ലാം എന്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്? ഡിപ്പെൻഡിങ് അപ്പോൺ ദ എക്കണോമിക് കണ്ടീഷൻ ഓഫ് ഈച്ച് പേഷ്യന്റ്. അതായത് ഓരോ പേഷ്യന്റിന്റെയും സാമ്പത്തിക സ്ഥിതിയെ ആശ്രയിച്ചുകൊണ്ട് അവർക്ക് ലഭ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് സ്വീകാര്യമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഇവയെല്ലാം പിന്നെ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? അവരുടെ നോർമൽ ഫുഡ് ഹാബിറ്റ്സ്, പിന്നെ ഈ പറഞ്ഞോണം അണ്ടർലൈൻ ഡിസീസ്, പിന്നെ പേഷ്യന്റിന്റെ ശരീരഭാരം, ഇവയെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കണം അല്ലെങ്കിൽ പരിഗണിച്ചുകൊണ്ടാണ് ഒരു ഡയറ്റീഷ്യൻ ഈ പറയുന്ന രോഗിയുടെ ഡയറ്ററി നീഡ്സ് അഥവാ ഭക്ഷണ ആവശ്യകതകളൊക്കെ കണക്കാക്കുന്നത്. മനസ്സിലായോ? അവൈലബിലിറ്റി ആൻഡ് ആക്സെപ്റ്റബിലിറ്റി ക്ലിയർ ആയാലൊക്കെ നമുക്ക് കുറച്ച് എന്താ പറയുക, എല്ലാ സാധനങ്ങൾക്കും അതൊക്കെ എല്ലാം ഓരോ പേഷ്യന്റിന്റെ സാമ്പത്തിക സ്ഥിതിയെ ആശ്രയിച്ചുകൊണ്ടിരിക്കും. എല്ലാവർക്കും ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ് അവരുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തിയിട്ട് അങ്ങനെ ഒരു ഡയറ്റ് പ്ലാനാണ് അവർക്ക് കൊടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു സാധാരണക്കാരന് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് അഫോർഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല അല്ലെ. അതുപോലെ തന്നെയാണ് ആക്സെപ്റ്റബിലിറ്റി, സ്വീകാര്യത. ഞാൻ പറഞ്ഞില്ല എല്ലാവർക്കും എല്ലാ ഭക്ഷണവും പറ്റില്ല. ഫോർ എക്സാമ്പിൾ പറയുന്നത് ഒരു കടല എന്ന് പറയുന്ന ഭക്ഷണം, അപ്പൊ അതിൽ നിന്നും കിട്ടുന്ന ചില ന്യൂട്രിയൻസുകളുണ്ട് അല്ലെ. ചിലപ്പോൾ അത് മറ്റു പലർക്കും എന്താ പറയുക, പല രോഗികൾക്ക് അത് ചിലപ്പോൾ അക്സെപ്റ്റബിൾ ആയിക്കൊള്ളുന്നില്ല. മറ്റു പല എന്താ പറയുക ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് അല്ലെങ്കിൽ നെഞ്ചിരിച്ചിൽ വരാം. അപ്പൊ അവർക്ക് അത് ഒഴിവാക്കേണ്ടതായിട്ട് വരും. അപ്പൊ ആ ഒരു കടലിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രിയൻസ് മറ്റേതെങ്കിലും ഭക്ഷണത്തിലൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വന്നാൽ അത് ചിലപ്പോൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഇവർക്ക് സാമ്പത്തിക സ്ഥിതി ഇല്ലാന്നുണ്ടെന്ന് വെച്ചാൽ അത്തരം ഭക്ഷണങ്ങൾ അവർക്ക് വാങ്ങാനായിട്ട് പറ്റില്ല അല്ലെ. അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് ഒരു പ്ലാൻ ചെയ്തൊരു ഡയറ്റ് പ്ലാൻ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ സാധാരണക്കാരന് അവർക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവർക്കും കൂടെ അഫോർഡബിൾ ആയിട്ടുള്ള ഐറ്റംസും കൂടെ വേണം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട്. ഇതെല്ലാം കൂടെ പരിഗണിച്ചുകൊണ്ടാണ് ഒരു ഡയറ്റീഷ്യൻ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പേഷ്യന്റിന്റെ ഡയറ്റ് പ്ലാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഓക്കെ. അടുത്തത്, patients are usually given a diet to be followed by them along with the certain foods, either to be discarded or to be preferred. ഡിസ്കാർഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ഉപേക്ഷിക്കേണ്ടതാണ് അല്ലെ. അതായത് പേഷ്യൻസിന് ഇങ്ങനെയുള്ള ഭക്ഷണമാണ് ഡയറ്റീഷ്യൻ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്, സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ചില ഭക്ഷണങ്ങൾ അല്ലെ ചിലർക്ക് ഒഴിവാക്കേണ്ടതും അല്ലെങ്കിൽ അവര് മുൻഗണന കൊടുക്കേണ്ടതുമായിട്ടുള്ള ചില ഫുഡ് ഐറ്റംസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഭക്ഷണക്രമമാണ് ഡയറ്റീഷ്യൻ ആർക്ക് കൊടുക്കുന്നത്, പേഷ്യൻസിന് കൊടുക്കുന്നത്. മനസ്സിലായല്ലോ? അതാണ് ഒരു ഡയറ്റ് കൗൺസിലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡയറ്റ് കൗൺസിലിംഗിന് നമ്മൾ പറഞ്ഞത്, ഡയറ്റ് കൗൺസിലിംഗ് ഒരു ഡയറ്റീഷ്യന് എങ്ങനെയും കൊടുക്കാം, ഒരു ഔട്ട് പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്കുകളിലൂടെയും നൽകാം എന്നാണ് പറഞ്ഞത്. ഹോസ്പിറ്റലിൽ തന്നെ പോകണമെന്നില്ല ഡയറ്റ് കൗൺസിലിംഗ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ അത് മാത്രമല്ല, എപ്പോഴാണോ ഒരു ക്ലിനിഷ്യൻസ് പേഷ്യൻസിനെ ഡയറ്റീഷ്യന്റെ അടുത്തേക്ക് റെഫർ ചെയ്യുമ്പോൾ ഡയറ്റീഷ്യൻസ് എന്തെല്ലാം കാര്യങ്ങളാണ് പരിഗണിക്കുന്നത്? ഒന്ന് ആ ഒരു വ്യക്തിയുടെ ശരീരഭാരം, മറ്റൊന്ന് അവരുടെ രോഗാവസ്ഥ, പിന്നെന്താണ് നോർമലി ഉള്ളവരുടെ ഭക്ഷണശീലങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ഓരോ പേഷ്യന്റിന്റെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അവർക്ക് ലഭ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് സ്വീകാര്യമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഏതൊക്കെയാണ്. ഇത്രയും കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഒരു ഡയറ്റീഷ്യൻ അവർക്കായിട്ടുള്ള ഭക്ഷണം അല്ലെങ്കിൽ ഒരു ഡയറ്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഈ പേഷ്യൻസിന് അവര് ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ളതും അല്ലെങ്കിൽ അവർക്ക് മുൻഗണന കൊടുക്കേണ്ടതുമായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉൾപ്പെടുത്തിയിട്ട് ഒരു പ്രോപ്പർ ഡയറ്റ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഭക്ഷണക്രമം പേഷ്യൻസിനായിട്ട് അവര് ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ഡയറ്റീഷ്യൻ റോൾ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഓക്കെ, അത്രയേ ഉള്ളൂ ഡയറ്റ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? അടുത്തത് നെക്സ്റ്റ് പോയിന്റ് ആണ് ഇത്, കമേഴ്സ്യൽ കാറ്റഗറി. എന്താണ് കമേഴ്സ്യൽ കാറ്റഗറി? കമേഴ്സ്യൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നുള്ളത്? അതെ, വാണിജ്യപരമായി എന്നൊക്കെ നമ്മൾ പറയില്ലേ. ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കാറ്ററിംഗ് സർവീസസ് പ്രൊവൈഡ് ജസ്റ്റ് ടു ഏൺ പ്രോഫിറ്റ് ആണ്. ഓക്കെ, അതായത് ഒരു പ്രോഫിറ്റ് ലക്ഷ്യമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു ലാഭം ഉദ്ദേശിച്ചുകൊണ്ട് കൊടുക്കുന്ന കാറ്ററിംഗ് സർവീസ്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്?
കമേഴ്സ്യൽ കാറ്ററിംഗ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ പൊതുവെ എന്താണ് കമേഴ്സ്യൽ മൂവീസ് എന്നൊക്കെ പറയാറില്ലേ, എന്താണ് അതായത് എന്റർടൈൻമെന്റിലൂടെ കൂടുതൽ ലാഭം അല്ലെ പ്രോഫിറ്റ് ഉദ്ദേശിച്ചുകൊണ്ട് എടുക്കുന്ന സിനിമകളാണ് അല്ലെ കമേഴ്സ്യൽ മൂവീസ് എന്ന് പറയുന്നത്. എന്നതുപോലെ തന്നെയാണ് കമേഴ്സ്യൽ കാറ്ററിംഗ്. അത്തരം കാറ്ററിംഗ് സർവീസ് എന്തിനു വേണ്ടിയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ജസ്റ്റ് ടു ഏൺ പ്രോഫിറ്റ്. ഓക്കെ, പ്രോഫിറ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യുന്ന കാറ്ററിംഗ് സർവീസ് ആണ് കേട്ടോ. അത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, കമേഴ്സ്യൽ കാറ്ററിംഗ്. പക്ഷെ അതിനകത്തും ആർക്ക് റോള് വരുന്നുണ്ട്? ഒരു ഡയറ്റീഷ്യന് റോള് വരുന്നുണ്ട്. അദ്ദേഹമാണ് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ഒക്കെ എന്താണ് ഒരുക്കി കൊടുക്കുന്നത് ഡയറ്റീഷ്യൻ തന്നെയാണ്. അപ്പൊ നമ്മളിവിടെ നോക്കുന്നത് ഒരു കമേഴ്സ്യൽ കാറ്ററിംഗിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എന്തെല്ലാം പ്രത്യേകതകളാണ് ഒരു കമേഴ്സ്യൽ കാറ്ററിംഗ് ഉള്ളത്. ആ പോയിന്റ്സ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. താഴെ തന്നിരിക്കുന്നവയിൽ കമേഴ്സ്യൽ കാറ്ററിംഗിന്റെ പ്രത്യേകതയിൽ ഉൾപ്പെട്ടത് ഏത്, അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയണം കേട്ടോ. അതുകൊണ്ടാണ് ഒന്നാമത്തെ പോയിന്റ് നമുക്ക് വായിക്കാം. ഫസ്റ്റ് വൺ എന്താണ്? സർവീസ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാഫ് ക്യാൻറ്റീൻ. എന്താണ്? സർവീസ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാഫ് ക്യാൻറ്റീൻ. അതായത് ഒരു സ്റ്റാഫ് ക്യാൻറ്റീൻ രൂപത്തിലുള്ള സേവനമാണ്. അതായത് സ്റ്റാഫ് ക്യാൻറ്റീൻ രൂപത്തിലുള്ള സേവനമായിരിക്കും. നമുക്കറിയാം അല്ലെ, നമ്മൾ ഹോസ്പിറ്റലിൽ ക്യാൻറ്റീനിലൊക്കെ പോയിട്ടില്ലേ, അവിടെ എങ്ങനെയാണ് കൂടുതൽ കസ്റ്റമൈസ്ഡ് ആണ് അല്ലെ, കസ്റ്റമേഴ്സിനാണ് അവിടെ കൂടുതൽ കൺട്രോൾ വരുന്നത്. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് അധികം അവരുടെ കൊടുക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ്? ഒരു സ്റ്റാഫ് ക്യാൻറ്റീൻ രൂപത്തിലുള്ള സേവനമായിരിക്കും. എന്തിന്റെ പ്രത്യേകതയാണത്? കമേഴ്സ്യൽ കാറ്ററിംഗിന്റെ പ്രത്യേകത. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? പ്രൊവിഷൻ ഓഫ് മീൽസ്, ടീ, സ്നാക്സ്, കോൾഡ് ഡ്രിങ്ക്സ് എക്സെട്ര. അതുപോലെ തന്നെ അവിടെ എന്താണ് ഈ പറയുന്ന മീൽസ് അല്ലെ, ഭക്ഷണങ്ങൾ, അതുപോലെ ചായ, ഇനി സ്നാക്സ്, ലഘുഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ കോൾഡ് ഡ്രിങ്ക്സ്, ഇവയെല്ലാം തന്നെ ശീതളപാനീയങ്ങൾ ഇവയെല്ലാം തന്നെ ലഭ്യമായിരിക്കും അല്ലെ. പിന്നെ മൂന്നാമത്തെ എന്താണ്? cheaper than the cost run by the private parties. അതായത് ഒരു സ്വകാര്യ പാർട്ടികൾ നടത്തുന്നതിനേക്കാളും ചെലവ് കുറഞ്ഞ രീതിയിൽ അതൊരു ചീപ്പർ കോസ്റ്റിലായിരിക്കും ഇവിടെ എന്തുണ്ടായിരിക്കുക? ഭക്ഷണ സേവനങ്ങൾ ഉണ്ടായിരിക്കുക. ശരിയല്ലേ? നമ്മളിപ്പോ ഒരു ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുമ്പോഴും നമ്മൾ പുറത്തൊരു റെസ്റ്റോറന്റിൽ നിന്ന് കഴിക്കുമ്പോൾ ആ ഒരു ഫുഡ് ഐറ്റംസുകളുടെ പ്രൈവറ്റ് കോസ്റ്റിനകത്ത് വ്യത്യാസം വരാറുണ്ട് അല്ലെ. സാധാരണ ക്യാൻറ്റീനകത്ത് കുറച്ചും കൂടെ എന്തായിരിക്കും? നമുക്ക് ചീപ്പർ റേറ്റിലായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ചീപ്പർ ദാൻ ദ അതാണ് കേട്ടോ തരാം cheaper than cost run by the private parties. അതായത് സ്വകാര്യ പാർട്ടികൾ നടത്തുന്നതിനേക്കാൾ കുറച്ചും കൂടെ ചീപ്പർ കോസ്റ്റിലായിരിക്കും ഇവിടെ എന്താണ് ഭക്ഷണ സേവനങ്ങളൊക്കെ നടത്തുന്നത്. അടുത്തത് എന്താണ്? അഡ്മിനിസ്ട്രേഷൻ ക്യാൻ കൺട്രോൾ ദ ക്വാളിറ്റി ഓഫ് ഫുഡ് സർവീസ്. എന്താണ്? അഡ്മിനിസ്ട്രേഷൻ ക്യാൻ കൺട്രോൾ ദ ക്വാളിറ്റി ഓഫ് ഫുഡ് സർവീസ്. അതായത് ഈ ഭക്ഷണ സേവനത്തിന്റെ ഗുണനിലവാരം ആർക്കാണ് നിയന്ത്രിക്കാൻ സാധിക്കുക? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെ. ഹോസ്പിറ്റൽ ഭരണകൂടത്തിന് അവിടുത്തെ ഭക്ഷണ സേവനത്തിന്റെ ഗുണനിലവാരം നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. സാധാരണ എന്തായിരിക്കും? ഒരു ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ ഈ പറയുന്ന സൂപ്പർവൈസർ അവരൊക്കെയാണ് ഈ പറയുന്ന ഭക്ഷണത്തിന്റെ കൺട്രോൾ, ഫുഡ് സർവീസിന്റെ ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഇവിടെ ഡയറ്റീഷ്യന് റോള് വരുന്നുണ്ട്. പക്ഷെ എന്താണ്? ഒരു കൊമേഴ്സ്യൽ കാറ്ററിംഗിനകത്ത് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഒരു ഹോസ്പിറ്റൽ ഭരണകൂടത്തിന് അവരുടെ എന്താണ് ഭക്ഷണ സേവനത്തിന്റെ ഗുണനിലവാരം നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തത് ലാസ്റ്റ് പോയിന്റ് എന്താണ്? സർവീസ് ക്യാൻ ബി ഗിവൺ ടു സ്റ്റാഫ്, അറ്റൻഡൻസ് ആൻഡ് വിസിറ്റേഴ്സ് അല്ലെ. ഇവിടെ എങ്ങനെയാണ് സേവനം ആർക്കൊക്കെ കൊടുക്കുന്നുണ്ട്? ഈ പറയുന്ന സ്റ്റാഫുകൾ അല്ലെ, ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക്, മറ്റു പരിചാരകർക്ക്, അതുപോലെ തന്നെ സന്ദർശകർക്കൊക്കെ ഉള്ള സേവനങ്ങൾ ഇവിടെ ലഭ്യമാകും. ഇതെല്ലാം ഇതിന്റെ പ്രത്യേകതകളാണ്, കമേഴ്സ്യൽ കാറ്ററിംഗിന്റെ പ്രത്യേകത. മനസ്സിലായോ? അവിടെ മാത്രം റോള് വരുന്നുണ്ട്, ഡയറ്റീഷ്യന് റോള് വരുന്നുണ്ട്. ജനറൽ ആയിട്ട് ഇങ്ങനെയുള്ള ഒരു ഭക്ഷണ ക്യാൻറ്റീൻ ആയാലും കൂടിയും അവിടെ ഈ പറയുന്ന രോഗികൾക്കുള്ള ഫുഡുകളൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നവരല്ലേ അല്ലെ. അപ്പൊ അവർക്കും ഒരു സ്റ്റാൻഡേർഡ് ഒരു ഡയറ്റ് പ്ലാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ഡയറ്റീഷ്യനാണ്. പക്ഷെ കൂടുതലും കമേഴ്സ്യൽ കാറ്ററിംഗ് എന്ന് പറയുമ്പോൾ അവിടെ കുറെ കൂടി പ്രോഫിറ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുപോലെ കുറെ കൂടി കസ്റ്റമൈസ്ഡ് ആയിരിക്കും. കസ്റ്റമേഴ്സിനാണ് അവിടെ കൂടുതൽ കൺട്രോൾ വരുന്നത് കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ പോയിന്റ് നമ്മൾ പറഞ്ഞത്? ഒന്ന് സ്റ്റാഫ് ക്യാൻറ്റീൻ രൂപത്തിലുള്ള സേവനമായിരിക്കും. അതോടൊപ്പം തന്നെ മീൽസ്, അതുപോലെ ടീ, പിന്നെ എന്താ പറയുക ലഘുഭക്ഷണങ്ങൾ, ശീതളപാനീയങ്ങൾ ഇവയെല്ലാം തന്നെ ലഭ്യമായിരിക്കും. പിന്നെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് അവരുടെ ഭക്ഷണ സേവനത്തിന്റെ ഗുണനിലവാരം നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ സാധാരണ സ്വകാര്യ പാർട്ടികൾ നടത്തുന്നതിനേക്കാളും കുറേ കൂടി ചീപ്പർ കോസ്റ്റിലായിരിക്കും ഇവിടെ എന്താണ് ഭക്ഷണ വിതരണം നടത്തുന്നുണ്ടാവുക. പിന്നെ ഇവിടുത്തെ സേവനം എന്ന് പറയാൻ ഈ ഹോസ്പിറ്റലിന്റെ സ്റ്റാഫുകള്, മറ്റു പരിചാരകർ, സന്ദർശകർ ഒക്കെ കൊടുക്കുന്നു. ഇതെല്ലാം തന്നെ കമേഴ്സ്യൽ കാറ്ററിംഗിന്റെ പ്രത്യേകതകളാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. പിന്നെ ബ്രാക്കറ്റിൽ ഒരു കാര്യം കൂടെ അവർ പറഞ്ഞിട്ടുണ്ട്. ഹോസ്പിറ്റൽസ് ക്യാൻ ഹാവ്
mobile or vending machines in certain locations like OPD, casualty block, etc. അതായത് ചില ഹോസ്പിറ്റലുകളിൽ ഈ പറയുന്ന മൊബൈൽ ഓർ വെൻഡിങ് മെഷീൻസ് ഒക്കെ ഉണ്ടായിരിക്കും. വെൻഡിങ് മെഷീൻസ് ഇതിന്റെ അടുത്ത് ഉണ്ടാകുന്ന പറയുന്നത് ഒന്നില്ലെങ്കിൽ ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന കാഷ്വാലിറ്റി ബ്ലോക്കിന്റെ ഒക്കെ അരികിലായിട്ട് ഹോസ്പിറ്റലുകളിൽ ഇത് കാണാൻ സാധിക്കുന്നുണ്ട്. മൊബൈൽ ഓർ വെൻഡിങ് മെഷീൻസ് കാണാനായിട്ട് സാധിക്കും. എന്താണ് വെൻഡിങ് മെഷീൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? സെൽഫ് സർവീസിംഗ് ആയിട്ടുള്ള ഓട്ടോമേറ്റഡ് മെഷീൻസ് ആണ് അല്ലെ. അവിടെ ഭക്ഷണം എടുത്തു കൊടുക്കാനായിട്ട് ആളുകളൊന്നും ഉണ്ടാവില്ല, സെർവ് ചെയ്യാനായിട്ട് ആളുകളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ വെൻഡിങ് മെഷീൻസ്? ചില വലിയ ഹോസ്പിറ്റലുകളിലൊക്കെ ഉണ്ടായിരിക്കും. അവിടെ എന്ത് ചെയ്താൽ മതി, ആ പേയ്മെന്റ് ചെയ്തിട്ട് ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ചായ ആണെങ്കിൽ നമുക്ക് ചായയുടെ ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് ചായ എടുക്കാൻ പറ്റും. കോഫിയുടെ ബട്ടൺ ആണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ അതെ ചൊല്ലി കോഫിയുടെ ബട്ടൺ ആണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കോഫി കിട്ടും അല്ലെ. അപ്പൊ അത്തരത്തിൽ ആ ഒരു പേയ്മെന്റ് ചെയ്തിട്ട് പ്രോസസ് ചെയ്തിട്ട് ആ ഒരു ഫുഡ് പ്രോഡക്റ്റ് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. എന്താണ്? ഒരു സെൽഫ് സർവീസിംഗ് ഓട്ടോമേറ്റഡ് വെൻഡിങ് മെഷീൻസ് ആണ് അല്ലെ. ഓക്കെ, മനസ്സിലായത്? അത് സാധാരണ വലിയ ഹോസ്പിറ്റലുകളിലൊക്കെ ഇപ്പൊ കാണാനായിട്ട് സാധിക്കും. ഹോസ്പിറ്റലിൽ മാത്രമല്ല കേട്ടോ, ഈ പറയുന്ന ചില ഓഫീസുകളിൽ ഉണ്ടാകാറുണ്ട്, റെയിൽവേ സ്റ്റേഷൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വെൻഡിങ് മെഷീൻസ് ആൾക്കാർ കാണാനായിട്ട് സാധിക്കും. അതും എന്ത് തന്നെയാണ്? ഒരു ഡയറ്ററി സർവീസ് ആണ് അല്ലെ. ഭക്ഷണമല്ലേ അവിടെ തരുന്നത്, അതും എന്താണ്? ഒരു ഡയറ്ററി സർവീസ് ആണ്. ഓക്കെ, ഇതൊക്കെ ഈ കമേഴ്സ്യൽ കാറ്റഗറിനകത്ത് പെടുന്ന കാര്യങ്ങളാണ് കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് നെക്സ്റ്റ് പോയിന്റ് നമ്മൾ നോക്കുന്നത്, അടുത്ത പോയിന്റ് ഏതായിരുന്നു? എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച് അല്ലെ. വിദ്യാഭ്യാസം, പരിശീലനം, അതുപോലെ തന്നെ ഗവേഷണം. ഈ പറയുന്ന 3 കാര്യങ്ങളിലും ആർക്കും റോള് വരുന്നുണ്ട്? ഡയറ്റീഷ്യന് റോള് വരുന്നുണ്ട്. ശരിയല്ലേ? അതായത് ഓരോ ഭക്ഷണക്രമത്തിനെ കുറിച്ചും ഈ പറയുന്ന നമ്മുടെ മെഡിക്കൽ സ്റ്റാഫുകള്, അതുപോലെ മറ്റ് കുക്കുകൾ അല്ലെ, ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ, അവർക്കൊക്കെ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവരെ അതിനെ കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് അല്ലെ, ബോധവാന്മാരാക്കുന്നതൊക്കെ ആരാണ്? ഡയറ്റീഷ്യൻസ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് വായിക്കാം. ഹോസ്പിറ്റൽ സ്റ്റാഫ് such as nurses, nursing aides, അതുപോലെ residents, technicians, cooks, etc. could be educated considering the types of foods, ബാലൻസ്ഡ് ഡയറ്റ്, ഡീലല്ല കേട്ടോ, ഡയറ്റ് ആണ്, ബാലൻസ്ഡ് ഡയറ്റ്, അതുപോലെ തന്നെ കലോറിക് വാല്യൂ എക്സെട്ര. കാരണം അവിടെ പറയുന്നത്, അതായത് നമ്മൾക്ക് ഈ പറയുന്ന ഹോസ്പിറ്റലിലെ നഴ്സുകള്, നഴ്സിംഗ് സ്റ്റാഫുകള്, നഴ്സിംഗ് അസിസ്റ്റൻസ്, അതുപോലെ തന്നെ അവിടുത്തെ റെസിഡൻസ് ഉണ്ടായിരിക്കും, താമസക്കാര്, മറ്റു ടെക്നീഷ്യൻസ്, സാങ്കേതിക ജീവനക്കാര്, കുക്സ്, ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്ന ആളുകള്, ഇവർക്കൊക്കെ എന്താണ്? പലതരം ഭക്ഷണങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ ബാലൻസ്ഡ് ഡയറ്റ് അല്ലെ, ഒരു സമീകൃത ആഹാരം, അതുപോലെ തന്നെ കലോറിക് വാല്യൂ അല്ലെ, കലോറിക് മൂല്യം. നമുക്കറിയാം ഓരോ ഭക്ഷണത്തിനും ഒരേ അളവിലായിരിക്കും കലോറിക് വാല്യൂ ഉണ്ടായിരിക്കാം, അല്ല സെയിം അല്ല അല്ലെ, വ്യത്യാസം ഉണ്ടായിരിക്കും. ഓരോ ഭക്ഷണത്തിലും ഓരോ അളവിലായിരിക്കും കലോറിക് വാല്യൂസ്. അതിനെ കുറിച്ചൊക്കെ അതെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് വിവിധ ഭക്ഷണക്രമങ്ങളെ കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യാൻ, അവരെ അതിനെ കുറിച്ച് ബോധവാന്മാരാക്കുക. ഇതൊക്കെ ആരുടെ റോളാണ്? ഡയറ്റീഷ്യന്റെ ഒരു പ്രധാനപ്പെട്ട റോളാണ് അല്ലെ. ഡയറ്റീഷ്യനാണ് അത് കൃത്യമായിട്ട് അവർക്ക് വളരെ നല്ല രീതിയിൽ അവർക്ക് അതിനെ കുറിച്ചൊരു നോളജ് കൊടുക്കാൻ സാധിക്കുന്നത് ഒരു ഡയറ്റീഷ്യൻ. മനസ്സിലായല്ലോ? പിന്നെന്താണ്? ദ ഡിപ്പാർട്ട്മെന്റ് ക്യാൻ ഹാവ് ഇൻ സർവീസ് ടീച്ചിങ് പ്രോഗ്രാംസ് ഫോർ ദ സ്റ്റാഫ്. ഏത് ഡിപ്പാർട്ട്മെന്റിനാണ്? ഈ പറയുന്ന ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന് അവിടുത്തെ സ്റ്റാഫുകൾക്കായിട്ട് ഇൻ സർവീസ് ടീച്ചിങ് പ്രോഗ്രാംസുകൾ അല്ലെ, ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ പറയുന്ന ഇൻ സർവീസ് ടീച്ചിങ് പ്രോഗ്രാംസുകളൊക്കെ കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ? അപ്പൊ അവിടെ ആർക്ക് റോള് വരുന്നുണ്ട്? ഡയറ്റീഷ്യന് റോള് വരുന്നുണ്ട്. ക്ലിയർ ആയോ? ഈ 4 പോയിന്റ്സ് നമ്മൾ പഠിച്ചത് റോൾ ഓഫ് ഡയറ്റീഷ്യൻസ് ആണ്. 4 പോയിന്റ് ആണ് അതിനകത്ത് പറയുന്നത്. ഒന്ന്, ഇൻ പേഷ്യന്റ് കാറ്റഗറി. ഇൻ പേഷ്യന്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്ന ഇൻ പേഷ്യന്റിന്റെ ഭക്ഷണ സേവനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇൻ പേഷ്യന്റ് കാറ്റഗറി എന്ന് പറയുന്നത്. അവിടെ ചുമ്മാ ഒരു ഭക്ഷണമാണോ അവർക്ക് പ്ലാൻ ചെയ്ത് കൊടുക്കുന്നത്? അല്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് അവർക്ക്? അവരുടെ ഈ പറയുന്ന രോഗാവസ്ഥ അല്ലെ, അവരുടെ രോഗാവസ്ഥ പരിഗണിച്ചുകൊണ്ട്, അതുപോലെ അവരുടെ സാധാരണയുള്ള ഭക്ഷണശീലങ്ങൾ എന്തൊക്കെയാണ്, അതിൽ നിന്നും എന്തെല്ലാം എക്സ്ട്രാ ന്യൂട്രീഷണൽ നീഡ്സ്, അവശ്യ പോഷകങ്ങൾ അവർക്ക് വേണം, ഇതെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് എല്ലാം സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് മതിയായ കാലറി അടങ്ങിയ സമീകൃത ആഹാരമായിരിക്കണം ഒരു ഇൻപേഷ്യൻസിന് വേണ്ടിയിട്ട് ഡയറ്റീഷ്യൻ പ്രിപ്പയർ ചെയ്ത് കൊടുക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഇൻപേഷ്യന്റിൽ നമ്മൾ പഠിച്ചത്. പിന്നെ രണ്ടാമത് നമ്മൾ പറഞ്ഞു ഡയറ്റ് കൗൺസിലിംഗ്. ഡയറ്റ് കൗൺസിലിംഗ് കൊടുക്കുന്നത് ആരാണ്? ഒരു ഡയറ്റീഷ്യനാണ്. അതിപ്പോ ഒരു ഹോസ്പിറ്റലിൽ തന്നെ പോയി കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഔട്ട് പേഷ്യൻ ഡയറ്റ് ക്ലിനിക്കുകൾ വഴിയാണ്
കൗൺസിലിംഗ് കൊടുക്കുമ്പോഴും എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അവിടെ പരിഗണിക്കണം? ഒന്ന് രോഗിയുടെ ശരീരഭാരം, മറ്റൊന്ന് അണ്ടർലൈൻ ഇൽനെസ് അല്ലെ, അവരുടെ രോഗാവസ്ഥ എങ്ങനെയാണ്, പിന്നെ അവരുടെ ഫുഡ് ഹാബിറ്റ്സ്, സാധാരണയുള്ള ഭക്ഷണശീലങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ഓരോ പേഷ്യന്റിന്റെയും സാമ്പത്തിക സ്ഥിതിയെ ആശ്രയിച്ചുകൊണ്ട് അവർക്ക് ലഭ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് സ്വീകാര്യമായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്, ഇവയെല്ലാം കൂടെ പരിഗണിച്ചുകൊണ്ടാണ് ഒരു ഡയറ്റീഷ്യൻ അവരുടെ ഡയറ്ററി നീഡ്സ് എല്ലാം തന്നെ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ പേഷ്യൻസിന് അവർ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ അവർ മുൻഗണന കൊടുക്കേണ്ടതുമായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നല്ലൊരു ഡയറ്ററ്റിക്സ് അവർക്ക് പ്ലാൻ ചെയ്ത് കൊടുക്കും. അതാണ് ഡയറ്റ് കൗൺസിലിങ്ങിലൂടെ ചെയ്യുന്നത്. ക്ലിയർ? പിന്നെ നമ്മൾ കണ്ടത് കമേഴ്സ്യൽ കാറ്റഗറി. ഞാൻ പറഞ്ഞു കമേഴ്സ്യൽ എന്ന് പറയുന്നത് തന്നെ ശരിയൊരു പ്രോഫിറ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നടക്കുന്ന ഒരു കാറ്ററിംഗ് സർവീസ് ആണ്. അപ്പൊ കമേഴ്സ്യൽ കാറ്ററിംഗിന്റെ പ്രത്യേകതകളായിട്ട് നമ്മൾ പഠിച്ചു. ഒരു സ്റ്റാഫ് ക്യാൻറ്റീന്റെ രൂപത്തിലായിരിക്കും നമ്മുടെ ഫുഡ് സർവീസ് ഉണ്ടായിരിക്കുക. പിന്നെ ഈ പറയുന്ന പിന്നെ ലഘു ഭക്ഷണങ്ങൾ, ശീതളപാനീയങ്ങളൊക്കെ ലഭ്യമായിരിക്കും. പിന്നെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് അവരുടെ ഭക്ഷണ സേവനങ്ങളെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ എന്തായിട്ട് പറഞ്ഞത്, പുറത്തു കൊടുക്കുന്നെങ്കിൽ സ്വകാര്യ പാർട്ടികൾ നടത്തുന്നതിനേക്കാൾ കുറെ കൂടി ഒരു ചീപ്പർ കോസ്റ്റിലായിരിക്കും നമ്മുടെ ഭക്ഷണ സേവനം ലഭിക്കുക. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. പിന്നെ അതിനകത്ത് വരുന്നതാണ് ഈ പറയുന്ന വെൻഡിങ് മെഷീൻസ് ഒക്കെ കേട്ടോ. അടുത്തത് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച് അല്ലെ, വിദ്യാഭ്യാസം, ഗവേഷണം, പരിശീലനം. അതായത് നമ്മുടെ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ, മറ്റ് നഴ്സിംഗ് അസിസ്റ്റൻസ്, പിന്നെ ഈ പറയുന്ന സാങ്കേതിക ജീവനക്കാര്, മറ്റ് സ്റ്റാഫുകൾ, ഇവർക്കൊക്കെ ഈ പറയുന്ന സമീകൃത ആഹാരത്തെ കുറിച്ചും ഓരോ ഭക്ഷണത്തിലും എത്രത്തോളം കലോറിക് ബാലൻസ് ഉണ്ട് എന്നതിനെ കുറിച്ചും ഒക്കെ ബോധവാന്മാരാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഒരു എന്താ പറയുക എഡ്യൂക്കേഷൻ അല്ലെ, ഒരു ബോധവൽക്കരണം കൊടുക്കുക. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ ജീവനക്കാർക്കായിട്ട് ഇൻ സർവീസ് ടീച്ചിങ് പ്രോഗ്രാംസുകളൊക്കെ കണ്ടക്ട് ചെയ്യാം. എന്തുമായിട്ട് ബന്ധപ്പെട്ടത്? ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ട ടീച്ചിങ് പ്രോഗ്രാംസുകളൊക്കെ കണ്ടക്ട് ചെയ്യും. ഇവിടെ എല്ലായിടത്തും ആർക്ക് പ്രധാനപ്പെട്ട പങ്ക് വരുന്നുണ്ട്? ഡയറ്റീഷ്യന് പ്രധാനപ്പെട്ട ഒരു റോള് വരുന്നത്. ക്ലിയർ ആയല്ലോ? ഇൻപേഷ്യൻ കാറ്ററിംഗ്, കമേഴ്സ്യൽ കാറ്ററിംഗ്, ഡയറ്റ് കൗൺസിലിംഗ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. ഈ 4 പോയിന്റ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫങ്ഷൻസ് ആണ് കേട്ടോ. ആരുടെ ഫങ്ഷൻസ് ആണ്? ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഫങ്ഷൻസ് ആണ്. എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന് ഉള്ളത്? ഫങ്ഷൻസ് ആണ് കേട്ടോ. അപ്പൊ അത് കുറച്ചധികം പോയിന്റ്സ് ഉണ്ട്. അപ്പൊ ഓരോ പോയിന്റും ശ്രദ്ധിച്ച് കേൾക്കാം, മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്, ഓർഗനൈസ്ഡ് പ്രിവെന്റീവ് മെയിന്റനൻസ് പ്രോഗ്രാംസ് ഫോർ ദ എക്യുപ്മെന്റ്. എന്താണ്? ഓർഗനൈസ്ഡ് പ്രിവെന്റീവ് മെയിന്റനൻസ് പ്രോഗ്രാംസ് ഫോർ ദ എക്യുപ്മെന്റ്. അതായത് സാധാരണ ഈ ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ എന്തുണ്ടാവും? പലതരം എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ. ഫുഡ് മറ്റൊക്കെ പ്രിപ്പയർ ചെയ്യാൻ ബൾക്കായിട്ടാണ് അവരവിടെ ചെയ്യുന്നത്. അതിനനുസരിച്ചുള്ള എക്യുപ്മെന്റ്സ്, ടൂൾസ് അതെല്ലാം ഉണ്ടായിരിക്കും. ഇവയെല്ലാം തന്നെ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം? മെയിന്റനൻസ് ചെയ്യണം അല്ലെ. കൃത്യമായിട്ട് അത് മെയിന്റനൻസ് ചെയ്യണം. കാര്യം എക്യുപ്മെന്റ്സ് ആണ്, അവയ്ക്ക് പല ഡാമേജുകളൊക്കെ വരാം. അപ്പൊ അത്തരം ഡാമേജുകളൊക്കെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് അത് പ്രോപ്പർ ആയിട്ട് മെയിന്റനൻസ് ചെയ്യണം. അത് അവരുടെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ ആണ്. ക്ലിയർ ആണല്ലോ? ഓർഗനൈസ്ഡ് പ്രിവെന്റീവ് മെയിന്റനൻസ് പ്രോഗ്രാംസ് ഫോർ ദ എക്യുപ്മെന്റ്സ് അല്ലെ. എക്യുപ്മെന്റ്സ് യൂസ്ഡ് ഇൻ ദ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ ആണല്ലോ? സെക്കൻഡ് പോയിന്റ് പറയുന്നത്, സപ്ലൈ ദ ബെസ്റ്റ് ഫുഡ് അറ്റ് കൺസിസ്റ്റന്റ് കോസ്റ്റ്. സപ്ലൈ ദ ബെസ്റ്റ് ഫുഡ് അറ്റ് കൺസിസ്റ്റന്റ് കോസ്റ്റ്. അതായത് സ്ഥിരമായിട്ടുള്ള ഒരു വിലയില് മികച്ച ഭക്ഷണ വിതരണം നടത്തുക. സ്ഥിരമായിട്ടുള്ള വിലയിൽ മികച്ച ഭക്ഷണ വിതരണം നടത്തുക. ഒത്തിരി റേറ്റ് കൂടാനൊന്നും പാടില്ല. കാര്യം എന്താണ്? രോഗികളാണ്, സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. അവർക്ക് അഫോർഡ് ചെയ്യുന്ന രീതിയിൽ വളരെ ഒരു കൺസിസ്റ്റന്റ് കോസ്റ്റിലായിരിക്കും, ഒരു സ്ഥിരമായിട്ടുള്ള ഒരു വിലയിൽ. പക്ഷെ വില അങ്ങനെയാണെങ്കിലും മികച്ച ഭക്ഷണ വിതരണമായിരിക്കും അല്ലെ. നല്ല ഭക്ഷണത്തിൽ അത് കുറവ് വരാനായിട്ട് പാടില്ല. അപ്പൊ സ്ഥിരമായിട്ടുള്ള വിലയിൽ മികച്ച ഭക്ഷണ വിതരണം നടത്തുക, അത് അവരുടെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ. മൂന്നാമത്തെ പോയിന്റ്, ബൈ ടു സ്പെസിഫിക്കേഷൻസ്, റിസീവ് സപ്ലൈസ്, ചെക്ക് ദയർ ക്വാണ്ടിറ്റി ആൻഡ് സ്റ്റോർ. ഇതൊക്കെയാണ് ബൈ ടു സ്പെസിഫിക്കേഷൻസ്, റിസീവ് സപ്ലൈസ്, ചെക്ക് ദയർ ക്വാണ്ടിറ്റി പിന്നെന്താണ്? സ്റ്റോർ. എന്താണ് ബൈ ടു സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാല്? ഓരോ സ്പെസിഫിക്കേഷനും അനുസരിച്ചുകൊണ്ട് സാധനങ്ങൾ വാങ്ങുക. സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ രോഗിയുടെയും രോഗാവസ്ഥ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാണ് അല്ലെ. അവിടെ എന്താണ് ഈ പറയുന്ന രോഗികൾ എന്ന് പറയുന്നത് ഓരോരുത്തരും സ്പെസിഫിക് ആണ് അല്ലെ. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ഭക്ഷണക്രമമായിരിക്കും വേണ്ടത് അല്ല.
അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത് ബൈ ടു സ്പെസിഫിക്കേഷൻ. ഓരോ രോഗിയുടെയും എന്താണ് അവസ്ഥയ്ക്ക് അനുസരിച്ച് സ്പെസിഫിക് ആയിട്ട് അതിനനുസരിച്ച് ഫുഡ് ഐറ്റംസുകളൊക്കെ വാങ്ങണം. പിന്നെന്താണ് റിസീവ് സപ്ലൈസ് അല്ലെ, ഈ പറയുന്ന പല ഫുഡ് ഐറ്റംസുകൾ അവർക്ക് സ്വീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ സ്വീകരിക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? ചെക്ക് ഡയർ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി, അതിന്റെ അളവും അതുപോലെ തന്നെ അതിന്റെ ഗുണമേന്മയും കൃത്യമായിട്ട് പരിശോധിക്കുകയും പിന്നെന്താണ് സ്റ്റോർ ചെയ്യുകയും വേണം അല്ലെ, കൃത്യമായിട്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കുകയും. ഇതൊക്കെ ആരുടെ ഫംഗ്ഷനാണ്? ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലെങ്കിൽ ഒരു ഡയറ്ററി സർവീസിന്റെ ഫംഗ്ഷനാണ് ഇതൊക്കെ. മനസ്സിലായല്ലോ? അടുത്തത് മേക്ക്, പോർഷൻ, അസംബിൾ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഫുഡ്. മേക്ക്, പോർഷൻ, അസംബിൾ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഫുഡ്. എന്താണ്? ഫുഡ് പ്രിപ്പയർ ചെയ്യുക അല്ലെ, മേക്ക് ചെയ്യുക, ഫുഡ് ഉണ്ടാക്കുക. പിന്നെ എന്താണ്? പോർഷൻ. പോർഷൻ എന്ന് വെച്ചാൽ എന്താണ്? പാകം വെക്കുക, പാകം ചെയ്യുക അല്ലെ, ഫുഡ് ഉണ്ടാക്കി അത് കൃത്യമായിട്ട് പാകം ചെയ്യാം. ഇപ്പൊ നമ്മളായാലും നമ്മുടെ വീട്ടില് ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കുന്നത്? നമ്മുടെ വീട്ടിലെ അംഗസംഖ്യക്ക് അനുസരിച്ച് കൊണ്ട് അത് കണക്കാക്കിക്കൊണ്ടാണ് നമ്മളിപ്പോഴും ഫുഡ് പ്രിപ്പയർ ചെയ്യുക. എന്നതുപോലെ ആ ഒരു ഹോസ്പിറ്റലിൽ അവർക്കൊരു കാൽക്കുലേഷൻ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഓരോരുത്തരുടെയും ഭക്ഷണത്തിൽ എന്തെല്ലാം ഇനങ്ങൾ ഉൾപ്പെടുത്തണം, എത്ര ഭാഗം വെച്ച് ഉൾപ്പെടുത്തണം, അതാണ് ഉദ്ദേശിക്കുന്നത് അവിടെ പോർഷൻ. അപ്പൊ അത് കണക്കാക്കിക്കൊണ്ടാണ് അവർ ഫുഡ് എന്ത് ചെയ്യുന്നത്? പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ എന്ത് ചെയ്യുന്നത്? അസംബിൾ ചെയ്യുന്നത്. അസംബിൾ ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ഫുഡ് ഐറ്റംസുകളെല്ലാം തന്നെ പ്രിപ്പയർ ചെയ്ത് അത് ഒരുമിച്ച് കൊണ്ടുവരണം, അസംബിൾ ചെയ്ത് ഒരുമിച്ച് ചേർത്ത് പിന്നെ എന്നിട്ട് വേണം എന്ത് ചെയ്യാനായിട്ടത്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട്, വിതരണം നടത്താനായിട്ട്. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഡയറ്ററി സർവീസിന്റെ ഫംഗ്ഷനാണ്. മനസ്സിലായല്ലോ? മേക്ക്, പോർഷൻ, അസംബിൾ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഫുഡ്. പിന്നെ നെക്സ്റ്റ് പോയിന്റ് എന്താണ് പറയുന്നത്? development of recipes according to the nutritional needs of patients. എന്താണ്? development of recipes according to the nutritional needs of patients. അതായത് ഓരോ രോഗിയുടെയും എന്താണ്? ശ്രുതി ക്ലിയർ അല്ലേ പറയുന്നത്? സൗണ്ട് ആണോ ക്ലിയർ അല്ലാത്തത്? ക്ലിയർ അല്ല? development of recipes according to the nutritional needs of patients. അതായത് ഓരോ രോഗിയുടെയും പോഷക ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള വിഭവങ്ങൾ തയ്യാറാക്കുക. ക്ലിയർ അല്ലാന്ന് വെച്ചാൽ സൗണ്ട് ആണോ ക്ലിയർ അല്ലാത്തത്? അതൊക്കെ ഞാൻ പറയുന്ന കാര്യങ്ങളാണോ? വീഡിയോ ഇടയ്ക്ക് പോകുന്നുണ്ട് അല്ലേ? കുറച്ച് സൗണ്ട് കൂട്ടിയില്ല കേട്ടോ. അങ്ങോട്ട് പറയാം. ഡെവലപ്മെന്റ് ഓഫ് റെസിപ്പീസ് അക്കോർഡിംഗ് ടു ദ ന്യൂട്രീഷണൽ നീഡ്സ് ഓഫ് പേഷ്യൻസ്. സൗണ്ട് കയറി വരുന്നുണ്ട്, അപ്പോഴത്തെ ക്ലാസ്സിൽ നിന്നായിരിക്കും. നിങ്ങളുടെ ഉറക്കെ പറയാം കേട്ടോ. ഡെവലപ്മെന്റ് ഓഫ് റെസിപ്പീസ് അക്കോർഡിംഗ് ടു ദ ന്യൂട്രീഷണൽ നീഡ്സ് ഓഫ് പേഷ്യൻസ്. അതായത് ഓക്കെ, മനസ്സിലായി ശ്രുതി, ബാക്ക് സൗണ്ട് വരുന്നുണ്ട് അല്ലേ? ഞങ്ങൾക്ക് പറയാം കേട്ടോ, അവരോട് പറയാം. ഇനിയുള്ള ക്ലാസ്സുകളിൽ അങ്ങനെ വരാതെ നോക്കാം കേട്ടോ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, കുറച്ചും കൂടെ ഉറക്കെ പറയാം കേട്ടോ. അതായത് പേഷ്യൻസിന്റെ ഈ പറയുന്ന പോഷക ആവശ്യകതകൾക്കനുസരിച്ചുകൊണ്ട് വിഭവങ്ങള് റെസിപ്പീസ് തയ്യാറാക്കുക. അതാണ് അടുത്ത പോയിന്റ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് വരുന്നത് ടു ഇൻസ്ട്രക്ട് അബൌട്ട് how diet plays an important role in the treatment of various diseases. അതായത് ഓരോ രോഗത്തിന്റെയും ചികിത്സയില് ഭക്ഷണത്തിന്, ഡയറ്റിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് എന്താണ്, അതിനെ കുറിച്ച് അവരെ ഇൻസ്ട്രക്ട് ചെയ്യുക, അതിന് വേണ്ട നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുക്കുക. നമ്മൾ തുടക്കമേ പറഞ്ഞു അല്ലെ, ഭക്ഷണ നിയന്ത്രണത്തിന്റെ പ്രാധാന്യം ഒരുപാടുണ്ട് അല്ലെ, നമ്മുടെ പ്രത്യേകിച്ച് ഈ പറയുന്ന രോഗം കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിലുണ്ട്. അപ്പൊ ഓരോ രോഗത്തിന്റെയും ചികിത്സയിൽ ഭക്ഷണത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതിനെ കുറിച്ച് അവരെ ബോധവാന്മാരാക്കി കൊടുക്കുക. അത് അവരുടെ ഒരു ഫംഗ്ഷനാണ് കേട്ടോ. പിന്നെ പറയുന്നത് ടു ഫോളോ. ഇവിടെ ടു ഫോളോ എന്നല്ല കേട്ടോ വരേണ്ടത്, അതൊന്ന് വെട്ടിയിട്ട് എൻഷുവർ എന്നാക്കിക്കോളൂ. സോറി വേണ്ട, മാറ്റണ്ട കേട്ടോ, മാറ്റണ്ട. ടു ഫോളോ തന്നെയാണ് കേട്ടോ. ഓക്കെ, ടു ഫോളോ ദ എവരിഡേ ഡയറ്റ് പാറ്റേൺ ഓഫ് പേഷ്യൻസ് ടു മീറ്റ് ദർ നീഡ്സ് ത്രൂ ഔട്ട് ദ വാരിയസ് ഡിസീസ്ഡ് കണ്ടീഷൻസ്. ഇവിടെ വായിക്കാണ്. ടു ഫോളോ ദ എവരിഡേ ഡയറ്റ് പാറ്റേൺ ഓഫ് പേഷ്യൻസ് to meet their needs throughout the various diseased conditions. അതായത് അവരുടെ വിവിധ രോഗാവസ്ഥയിലുടനീളം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ദൈനംദിന ഭക്ഷണശീലങ്ങൾ അവരെ ഫോളോ ചെയ്യാനായിട്ട് സഹായിക്കുക. ടു ആഫ്റ്റർ എന്നാണ് അല്ലെ? ഓക്കെ, ടു ആഫ്റ്റർ അല്ല കേട്ടോ, ടു ഫോളോ എന്നാണ്.
വിട്ടേക്ക് ടു ഫോളോ. ഇതിൽ കറക്റ്റ് ആണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ടു ഫോളോ എന്നാണ് കേട്ടോ. നിങ്ങൾക്ക് ടു ആഫ്റ്റർ എന്നാണ് കൊടുത്തേക്കുന്നത്. ഞാൻ ടു ആഫ്റ്റർ എനിക്കും അങ്ങനെ തന്നെയായിരുന്നു കിട്ടിയത്, അതുകൊണ്ടാണ് കേട്ടോ ടു ആഫ്റ്റർ എന്നുള്ളത് വിട്ട. അപ്പൊ ഗ്രാമാറ്റിക്കലി മീനിങ് കറക്റ്റ് ആവില്ല. ടു ഫോളോ എന്നാണ് കേട്ടോ. അത് ഇവിടെ കറക്റ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. To follow the everyday diet pattern of patients to meet their needs throughout the various disease conditions. അതായത് വിവിധ രോഗാവസ്ഥയിലുടനീളം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എവരിഡേ ഡയറ്റ് പാറ്റേൺ അല്ലെ, ഒരു ദൈനംദിന ഒരു ഭക്ഷണശീലം അവർക്ക് ഫോളോ ചെയ്യാനായിട്ട് സഹായിക്കുക. മനസ്സിലായോ? അത് ഫോളോ ചെയ്യുക. അത് ആരുടെ ഫംഗ്ഷൻ ആണ്? ഡയറ്ററി സർവീസിന്റെ ഫംഗ്ഷൻ ആണ്. അവർക്ക് രോഗാവസ്ഥയുണ്ട്, പക്ഷെ എന്താണ് അവരുടെ ആവശ്യങ്ങൾക്ക് ഒരിക്കലും ഒരു മുടക്കം വരാനായിട്ട് പാടില്ല. അല്ലെ, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തുകൊണ്ട് ഒരു ദൈനംദിന ഭക്ഷണശീലം അവർക്ക് എന്ത് ചെയ്ത് കൊടുക്കണം? ഫോളോ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു ദൈനംദിന ഭക്ഷണശീലം അവർക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം അല്ലെ. അപ്പൊ അത് അവരുടെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ ആണ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് പറയുന്നത് the everyday function of the dietary department is to prepare meals and snacks. എന്താണ് റീഷ മുമ്പത്തെ പോയിന്റ് എന്ന് വെച്ചാൽ ഏതാണ്? ഫസ്റ്റ് പോയിന്റ് ആണോ? ഡെവലപ്മെന്റ് ഓഫ് റെസിപ്പീസ് ആണോ? ഡെവലപ്മെന്റ് ഓഫ് റെസിപ്പീസ് അക്കോർഡിംഗ് ടു ദ ന്യൂട്രീഷണൽ നീഡ്സ് ഓഫ് പേഷ്യൻസ്. അതായത് ഓരോ രോഗിയുടെയും പോഷക ആവശ്യകതകൾക്ക് അനുസരിച്ചു കൊണ്ടുള്ള വിഭവങ്ങൾ തയ്യാറാക്കുക. പിന്നെ രണ്ടാമത് നമ്മൾ പറഞ്ഞത് അത് കഴിഞ്ഞ പോയിന്റ് അല്ലെ, ടു ഇൻസ്ട്രക്ട് അബൌട്ട് ഹൗ ഡയറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് വാരിയസ് ഡിസീസ്. അതായത് ഓരോ രോഗത്തിന്റെയും ചികിത്സയില് ഭക്ഷണക്രമത്തിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്നുള്ളത് അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുക. ഭക്ഷണക്രമത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അവരെ ബോധവാന്മാരാക്കുക. നമ്മള് കോമൺ ടൈപ്സ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്താണ് ലാസ്റ്റ് വീക്ക് ടോപ്പിക് ആണോ എന്ന്? അല്ല ശ്രദ്ധിക്കൂ. ടു ഇൻസ്ട്രക്ട് അബൌട്ട് അത് പറഞ്ഞല്ലോ. അതായത് ഓരോ രോഗത്തിന്റെയും ചികിത്സയിൽ ഭക്ഷണത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നുള്ളത് അവർക്ക് ബോധവാന്മാരാക്കി കൊടുക്കുക. നമ്മള് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റ് പറഞ്ഞു അല്ലെ. തെറാപ്യൂട്ടിക് ഡയറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞു, കാർഡിയാക് ഡയറ്റ്, റീനൽ ഡയറ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതെന്താണ്? ഓരോ രോഗാവസ്ഥയ്ക്കും അനുസരിച്ചുള്ള ഭക്ഷണക്രമമാണ് അല്ലെ. അതിനനുസരിച്ചുള്ള ഫുഡിനെ കുറിച്ച് അവരെന്ത് ചെയ്ത് കൊടുക്കണം? ബോധവാന്മാരാക്കി കൊടുക്കണം. ഓക്കെ. പിന്നെ അടുത്തത് എന്താണ്? ടു ഫോളോ ദ എവരിഡേ ഡയറ്റ് പാറ്റേൺ ഓഫ് പേഷ്യൻസ് ടു മീറ്റ് ദർ നീഡ്സ് ത്രൂ ഔട്ട് ദ വാരിയസ് ഡിസീസ്ഡ് കണ്ടീഷൻസ്. വിവിധ രോഗാവസ്ഥയിലുടനീളം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ദൈനംദിന ഭക്ഷണശീലങ്ങൾ അവർക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് വരുന്നത് ദ എവരിഡേ ഫംഗ്ഷൻ ഓഫ് ദ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഈസ് ടു പ്രിപ്പയർ മീൽസ് ആൻഡ് സ്നാക്സ് ഫോർ പേഷ്യൻസ് who are admitted to the hospital. അത് നമ്മൾ ഓൾറെഡി കണ്ടതാണ് അല്ലെ. ഇൻപേഷ്യന്റ് കാറ്ററിംഗിനകത്ത് പറഞ്ഞു ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള ഇൻപേഷ്യൻസിന് അവർക്ക് ആവശ്യമായിട്ടുള്ള മീൽസ് അല്ലെ, അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. These meals are prepared by the strict guidelines of the physician's written orders. അപ്പൊ അതവര് വെറുതെയാണോ അവര് ഭക്ഷണം കൊടുക്കുന്നത്? അല്ല. ഈ ഭക്ഷണം അവർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്? അവരുടെ ഡോക്ടേഴ്സിന്റെ അല്ലെങ്കിൽ അവരുടെ ഫിസിഷ്യൻസ് എഴുതിയിട്ടുള്ള കർശന നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ടാണ് അവർ അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ രോഗികൾക്കായിട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്. മനസ്സിലായല്ലോ? അവരുടെ രോഗാവസ്ഥ അറിയണം അല്ലെ. അപ്പൊ ആ ഒരു ഡോക്ടറുടെ അല്ലെങ്കിൽ അവരെ കൺസൾട്ട് ചെയ്യുന്ന ഫിസിഷ്യന്റെ അവർ എഴുതി കൊടുത്തിട്ടുള്ള കർശന നിർദ്ദേശങ്ങൾക്ക് അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ടാണ് അവർക്ക് ഭക്ഷണം എന്ത് ചെയ്ത് കൊടുക്കുന്നത്? പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്തത് അറേഞ്ച് ആൻഡ് ക്യാരി ഔട്ട് പേഷ്യന്റ് തെറാപ്പി, എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ്. എന്താണ്? അറേഞ്ച് ആൻഡ് ക്യാരി ഔട്ട് ദ പേഷ്യന്റ് തെറാപ്പി, എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ്. അതായത് ഈ പേഷ്യന്റിന്റെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡയറ്റുകൾ അല്ലെ, ഭക്ഷണക്രമങ്ങളൊക്കെ കൃത്യമായിട്ട് ക്രമീകരിക്കുക. അറേഞ്ച് ആൻഡ് ക്യാരി ഔട്ട് ദ പേഷ്യന്റ് തെറാപ്പി അല്ലെ. പേഷ്യന്റ് തെറാപ്പി എന്ന് വെച്ചാൽ എന്താണ്? രോഗിയുടെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട ഡയറ്റ്. നമ്മൾ പറഞ്ഞില്ലേ തെറാപ്യൂട്ടിക് ഡയറ്റ്സുകളൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ അത്തരം ഡയറ്റുകളൊക്കെ ക്രമീകരിക്കുക. പിന്നെന്താണ്? എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ്. നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലെ, ഡയറ്റ് കൗൺസിലിംഗ് എഡ്യൂക്കേഷൻ ഒക്കെ പറഞ്ഞു അല്ലെ. സമീകൃത ആഹാരത്തെ കുറിച്ചും അതുപോലെ ഓരോ ഭക്ഷണ ഇനങ്ങളിൽ അടങ്ങിയിരിക്കുന്ന കലോറിക് വാല്യൂസിനെ കുറിച്ചും ഒക്കെ അവരെന്ത് ചെയ്ത് കൊടുക്കണം? എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കണം അല്ലെ. അവർക്ക് അതിന് വേണ്ട കൗൺസിലിംഗ് കൊടുക്കണം. പിന്നെ നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ട്രെയിൻ ഡയറ്ററ്റിസ്റ്റ് ഇന്റേൺ. എന്താണ്? ട്രെയിൻ
ഡയറ്ററ്റിക്സ് ഇന്റേൺ. ആരാണ് ഇന്റേൺ എന്ന് പറഞ്ഞാൽ? ആരാണ് ഇന്റേൺ? ഇന്റേൺഷിപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ. ഇന്റേൺസ് എന്ന് പറഞ്ഞാല് the students who work under the supervision of a registered dietitian. അതായത് ഒരു രജിസ്ട്രേർഡ് ഡയറ്റീഷ്യന്റെ സൂപ്പർവൈസിംഗില് അവരുടെ മേൽനോട്ടത്തില് പ്രവർത്തിക്കുന്ന സ്റ്റുഡൻസ്, അവരെയാണ് നമ്മൾ ഇന്റേൺസ് എന്ന് പറയുന്നത് അല്ലെ, ട്രെയിനിങ് എടുക്കുന്ന ആൾക്കാര്. അപ്പൊ അത്തരം ഇന്റേൺസിന്, അത്തരം ഇന്റേൺഷിപ്പ് എടുക്കുന്ന ഇന്റേൺസിന് അവർക്ക് ഈ പറയുന്ന ഭക്ഷണക്രമത്തെ കുറിച്ചുള്ള പരിശീലനങ്ങൾ കൊടുക്കുക. ഭക്ഷണക്രമത്തിന് എന്തെല്ലാം ഇനങ്ങൾ ഉൾപ്പെടുത്തണം, അവ എത്രത്തോളം ഈ പറയുന്ന ഹെൽത്തിനെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ഒരു പരിശീലനം അവർക്ക് കൊടുക്കുക. അതാണ് ട്രെയിൻ ഡയറ്ററ്റിക്സ് ഇന്റേൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഗീവ് ഡയറക്ഷൻ ടു നഴ്സസ്, medical and dental students about the principles of nutrition and diet therapy. ഇവിടെ വായിക്കാണ്. Give direction to nurses, medical and dental students about the principles of nutrition and diet therapy. അതായത് ഈ പറയുന്ന പോഷക തത്വങ്ങളെ കുറിച്ചും പിന്നെ ഈ പറയുന്ന ഡയറ്റ് തെറാപ്പി, അതായത് തെറാപ്യൂട്ടിക് ഡയറ്റ്സ് അല്ലെ, ഇവയെ കുറിച്ചുമൊക്കെ ഈ പറയുന്ന നഴ്സുകള്, മറ്റു മെഡിക്കൽ സ്റ്റാഫുകള് അവർക്കൊക്കെ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക, അവരെ ഡയറക്ഷൻസ് കൊടുക്കുക, നിർദ്ദേശങ്ങൾ കൊടുക്കുക. അതാരുടെ ഫംഗ്ഷനാണ്? ഡയറ്ററി സർവീസിന്റെ അല്ലെങ്കിൽ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. മനസ്സിലായല്ലോ? അടുത്തത് കൊളാബറേറ്റ് വിത്ത് മെഡിക്കൽ സ്റ്റാഫ് ഇൻ അറേഞ്ചിങ്, പ്രിപ്പയറിംഗ് and serving experimental metabolic research diets. ഇവിടെ വായിക്കാം. Collaborate with the medical staff in arranging, preparing and serving experimental metabolic research diets. അതായത് ഈ പരീക്ഷണാടിസ്ഥാനത്തിലൊക്കെ ചെയ്യുന്ന ഡയറ്റ്സ് ഉണ്ടായിരിക്കും. പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യാന്ന് പറഞ്ഞാല് നൂതന ഭക്ഷണക്രമങ്ങളൊക്കെ അല്ലെ, നൂതന ഭക്ഷണക്രമങ്ങളൊക്കെ നമ്മൾ ഈ പറയുന്ന റിസർച്ചിലൂടെ ഒക്കെ എന്ത് ചെയ്യും? കണ്ടെത്തും. അത്തരത്തിലുള്ള നൂതന ഭക്ഷണക്രമങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നതിനും ക്രമീകരിക്കുന്നതിനും അതുപോലെ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതിനും സെർവ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഈ പറയുന്ന മെഡിക്കൽ സ്റ്റാഫുകളുമായിട്ട് സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. അതായത് ഇപ്പോഴും ഒരേ ഡയറ്റ് അല്ല, പല രീതിയിൽ നമ്മൾ റിസർച്ച് ചെയ്യുമ്പോഴാണ് പുതിയ പുതിയ ഭക്ഷണക്രമങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ അല്ലെ. പല രീതിയിൽ ഹെൽത്തിനെ എന്താ പറയാ എഫക്ട് ചെയ്യുന്ന, നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്ന പല ഭക്ഷണക്രമങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുന്ന നൂതന ഭക്ഷണക്രമങ്ങളൊക്കെ ക്രമീകരിക്കുന്നതിനും അത് തയ്യാറാക്കുന്നതിനും സെർവ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് മറ്റു മെഡിക്കൽ സ്റ്റാഫുകളുമായിട്ട് സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. അത് ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ്. കേട്ടല്ലോ? അടുത്തത് എന്താണ്? ടു കീപ് ഗുഡ് ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ഓഫ് ഓൾ പേഷ്യൻസ്. എന്താണ്? ടു കീപ് ഗുഡ് ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ഓഫ് ഓൾ പേഷ്യൻസ്. എല്ലാ രോഗികൾക്കും ഒരു നല്ല പോഷക നിലവാരം ഉറപ്പുവരുത്തുക. എല്ലാ രോഗികൾക്കും ഒരു നല്ല പോഷകാഹാര നിലവാരം, പോഷക നിലവാരം ഉറപ്പുവരുത്തണം. രോഗാവസ്ഥയിലുള്ളവരാണ്, പക്ഷെ അവർക്ക് ഒരു കാരണവശാലും ഒരു മാൽ ന്യൂട്രീഷൻ വരാനായിട്ട് പാടില്ല അല്ലെ. എപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ആ രീതിയിൽ പോഷക നിലവാരം ഉറപ്പുവരുത്തണം. പിന്നെന്താണ്? എസ്റ്റാബ്ലിഷ് ദ സ്റ്റാൻഡേർഡ്സ് ഫോർ അറേഞ്ചിങ് മെനൂസ്, പ്രിപ്പയറിംഗ്, സെർവിംഗ് ഫുഡ് ആൻഡ് മാനേജിങ് മീൽസ്. അതോടൊപ്പം തന്നെ ഈ മെനു അല്ലെ, ഫുഡിന്റെ മെനു പ്രിപ്പയർ ചെയ്യുന്നതിനും ഫുഡ് സെർവ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ മീൽസ് അല്ലെ, ഈ പറയുന്ന ഭക്ഷണ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുക. കൃത്യമായിട്ടുള്ള ഒരു നയങ്ങളോട് കൂടിയിട്ടായിരിക്കണം ഇവയെല്ലാം നടത്തേണ്ടത്. പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടൊരു മെനു പ്ലാൻ ചെയ്യണം, അത് പ്രിപ്പയർ ചെയ്യണം, അതുപോലെ നല്ല രീതിയിൽ അത് സെർവ് ചെയ്യണം. ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യണമെങ്കിൽ എന്ത് വേണം? ശരിയായ കുറച്ച് മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി കൊണ്ട് വേണം ചെയ്യാനായിട്ട്. അതെല്ലാം തന്നെ സ്ഥാപിക്കേണ്ടത് അല്ലെങ്കിൽ അതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ആരാണ്? ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ആണ്. ക്ലിയർ ആണല്ലോ? ഇത്രയും ഫങ്ഷൻസ് ആണ് ആർക്കുള്ളത്? ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിനുള്ളത്. അപ്പൊ കുറെ അധികം പോയിന്റ്സുകൾ നമ്മൾ അതിനകത്ത് പറഞ്ഞിരുന്നു. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞത് എന്താണ്? എക്യുപ്മെന്റ്സുകളെല്ലാം തന്നെ ഡാമേജ് വരാതെ ഡാമേജിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് മെയിൻ്റെനൻസ് പ്രോഗ്രാമുകളൊക്കെ നടത്താം എക്യുപ്മെന്റ്സിൽ. പിന്നെന്താണ്? സ്ഥിരമായിട്ടുള്ള വിലയിൽ മികച്ച ഭക്ഷണ വിതരണം നടത്തുക. പിന്നെ ഈ പറയുന്ന ഓരോ രോഗിയുടെയും സ്പെസിഫിക്കേഷന് അനുസൃതമായിക്കൊണ്ട് ഫുഡ് ഐറ്റംസുകളൊക്കെ പർച്ചേസ് ചെയ്യണം. അതുപോലെ പല ഫുഡ് ഐറ്റംസുകൾ സ്വീകരിക്കണം. സ്വീകരിക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് അതിന്റെ അളവ്, ഗുണമേന്മ പരിശോധിക്കുകയും അത് പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യുകയും വേണം. പിന്നെന്താണ്? ഫുഡ് പ്രിപ്പയർ ചെയ്യുക, അത് കൃത്യമായിട്ട് പാകം ചെയ്യുക, അസംബിൾ ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക.
പിന്നെ ഓരോ രോഗിയുടെയും പോഷക ആവശ്യകതകൾ അനുസൃതമാക്കിക്കൊണ്ട് അതിനനുസരിച്ചുള്ള വിഭവങ്ങൾ തയ്യാറാക്കുക. പിന്നെ ഈ പറയുന്ന രോഗത്തിന്റെ ചികിത്സയിൽ ഭക്ഷണക്രമത്തിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്നുള്ളത് രോഗികളെ ബോധവാന്മാരാക്കി കൊടുക്കുക. പിന്നെ രോഗാവസ്ഥയിലുടനീളം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ നിറവേറ്റുന്ന തരത്തില് ഒരു ഭക്ഷണക്രമം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക, പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു ഈ മീൽസ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുമ്പോൾ അവരുടെ ഡോക്ടേഴ്സ് എഴുതി കൊടുത്തിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ട് വേണം അവർക്ക് ഒരു ഡയറ്റ് പ്ലാൻ ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ നമ്മൾ പറഞ്ഞു പേഷ്യന്റിന്റെ ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ക്രമീകരിക്കുക, അവർക്ക് വേണ്ട എഡ്യൂക്കേഷൻ കൗൺസിലിംഗ് കൊടുക്കുക. പിന്നെ ഇന്റേൺസിന് അല്ലെ ഈ പറയുന്ന ട്രെയിനിങ്ങിൽ ഇരിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഭക്ഷണക്രമത്തെ കുറിച്ചുള്ള വേണ്ട പരിശീലനങ്ങൾ കൊടുക്കുക. പിന്നെന്താണ് പുതിയ നൂതന ഭക്ഷണക്രമങ്ങൾ നടപ്പിലാക്കുമ്പോൾ നൂതന ഭക്ഷണക്രമങ്ങൾ ക്രമീകരിക്കുന്നതിനും പ്രിപ്പയർ ചെയ്യുന്നതിനും സെർവ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് മറ്റു മെഡിക്കൽ സ്റ്റാഫുകളുമായിട്ട് സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. പിന്നെ എല്ലാവരുടെയും ഒരു പോഷക നിലവാരം ഉറപ്പുവരുത്തുന്നുണ്ട് ഈ പറയുന്ന ഫുഡ് പ്രിപ്പയർ ചെയ്യാനും സെർവ് ചെയ്യാനും വേണ്ട മാനദണ്ഡങ്ങളെല്ലാം തന്നെ സ്ഥാപിക്കുക. ഇതൊക്കെയാണ് ഒരു ഡയറ്ററി സർവീസസിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് പറയുന്നത്. മനസ്സിലായില്ല? ഓക്കെ. ഇനി അടുത്തതാണ് പ്രോബ്ലം സിറ്റുവേഷൻസ്. എന്താണ് പ്രോബ്ലം സിറ്റുവേഷൻസ്? ഒരു ഡയറ്ററി സർവീസസ് അല്ലെങ്കിൽ ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് പൊതുവായിട്ട് അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. പൊതുവായിട്ട് വരുന്ന ചില പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഫുഡ് സർവീസ് സ്റ്റാഫ് ആൻഡ് നഴ്സിംഗ് സ്റ്റാഫ്. എന്താണ് ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഫുഡ് സർവീസ് സ്റ്റാഫ് ആൻഡ് നഴ്സിംഗ് സ്റ്റാഫ്? ഈ പറയുന്ന ഫുഡ് സർവീസ് സ്റ്റാഫുകളും നഴ്സിംഗ് സ്റ്റാഫുകളൊക്കെ ഉണ്ടാകുന്ന തർക്കങ്ങൾ അല്ലെ, അവര് തമ്മിൽ ഉണ്ടാകുന്ന ഡിസ്പ്യൂട്ട്സ്. ഇപ്പൊ നമ്മളിപ്പോ ക്യാൻറ്റീനിലൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോ രാവിലത്തെ ഭക്ഷണം ആയിരിക്കാം, ചിലപ്പോൾ അത് വൈകുന്നേരം അത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്നൊക്കെ ചിലപ്പോൾ ചൂടാക്കിയിട്ടൊക്കെ കൊടുക്കാം അല്ലെ. അത്തരം ഫുഡൊക്കെ പേഷ്യൻസിന് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. ഒരു എക്സാമ്പിൾ പോലെ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവാം അല്ലെ. അപ്പൊ ഈ പറയുന്ന ഫുഡ് സർവീസ് സ്റ്റാഫുകളും നഴ്സിംഗ് സ്റ്റാഫുകളും ഒക്കെ തമ്മിൽ ഉണ്ടാകുന്ന ഡിസ്പ്യൂട്ട്സ് അതൊരു പ്രോബ്ലം ഉണ്ട്. പിന്നെ എന്താണ് കംപ്ലൈന്റ്സ് അഗെയിൻസ്റ്റ് ദ ഡിപ്പാർട്ട്മെന്റ് വിത്ത് റിഗാർഡ് ടു ദ ക്വാളിറ്റി ഓഫ് ഫുഡ്. ആണ് കംപ്ലൈന്റ്സ് അഗെയിൻസ്റ്റ് ദ ഡിപ്പാർട്ട്മെന്റ് വിത്ത് റിഗാർഡ് ടു ദ ക്വാളിറ്റി ഓഫ് ഫുഡ്. ഈ പറയുന്ന ഭക്ഷണത്തിന്റെ ഗുണനിലവാരവുമായിട്ട് ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ചില പരാതികളുണ്ടാവും. ചില ഭക്ഷണം ചിലപ്പോൾ വളരെ ക്വാളിറ്റി ഇല്ലാത്ത ഫുഡൊക്കെ ആയിരിക്കും സെർവ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അല്ലെ. പിന്നെ എന്താണ് ട്രിവിയൽ തെഫ്റ്റ് ആൻഡ് റോബറി ഇൻ ഡിപ്പാർട്ട്മെന്റ്. എന്താണ് ട്രിവിയൽ തെഫ്റ്റ് ആൻഡ് റോബറി ഇൻ ഡിപ്പാർട്ട്മെന്റ്? ട്രിവിയൽ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നിസ്സാരമായിട്ടുള്ളത് അല്ലെ. അതായത് നിസ്സാരമായിട്ടുള്ള കളവുകള്, മോഷണം, കവർച്ചകളൊക്കെ ഡിപ്പാർട്ട്മെന്റിനകത്ത്. എന്താ ഉദ്ദേശിക്കുന്നത്? നിസ്സാരമായിട്ടുള്ള കളവ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇങ്ങനെ ഭക്ഷണം എടുത്തുകൊണ്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്? അല്ല. നമുക്കറിയാം ഇപ്പൊ ഓരോ രോഗിയുടെയും അവരുടെ അവസ്ഥയ്ക്ക് അനുസരിച്ച് കൊണ്ടുള്ള പോഷകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം അവർക്ക് വേണ്ട ഭക്ഷണം പ്രിപ്പയർ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പം ചില ഭക്ഷണങ്ങളിൽ ഇപ്പൊ ഒരു രോഗിയുടെ ഭക്ഷണത്തിന് ഇത്ര എമൗണ്ട് ഐറ്റം വേണം എന്നുണ്ടെങ്കിൽ അത് വേണ്ടത്ര രീതിയിൽ എടുക്കാതെ കുറഞ്ഞ അളവിൽ എടുത്ത് അങ്ങനെ അതൊക്കെ ചെയ്യുന്നതാണ് ഒരു തരം കവർച്ചയാണ്, ഒരു തരം മോഷണം തന്നെയാണത്. ട്രിവിയൽ തെഫ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വേണ്ടത്ര അളവിൽ അത് ചേർക്കാതെ ഇപ്പൊ ഒരു 100 ഗ്രാം ഇത് അടങ്ങിയിരിക്കണം ആ ഭക്ഷണത്തിന്, പക്ഷെ 100 ഗ്രാം ആഡ് ചെയ്യുന്ന ഒരു 50 ഗ്രാം മാത്രം ആഡ് ചെയ്യുന്നതെങ്കിൽ അവരൊരു ചെറിയ തെറ്റ് നടത്തുന്നുണ്ട് അല്ലെ. അവര് ചെറിയൊരു കളവ് അല്ലെങ്കിൽ ഒരു മോഷണമൊക്കെ നടത്തുന്നുണ്ട്. ആ രീതിയിലാണ് അവർ ഉദ്ദേശിക്കുന്നത് ട്രിവിയൽ തെഫ്റ്റ് ആൻഡ് റോബറി ഇൻ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന നിസ്സാരമായിട്ടുള്ള കളവുകള്, മോഷണങ്ങള്. ഓക്കെ. പിന്നെ ബിഗ് ഫ്രോഡ്സ് ക്യാൻ ഒക്കർ ഇൻ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. എന്താണ് ബിഗ് ഫ്രോഡ്സ് ക്യാൻ ഒക്കർ ഇൻ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്? ഈ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ നടക്കുന്ന വലിയ വലിയ തട്ടിപ്പുകൾ അല്ലെ, ബിഗ് ഫ്രോഡ്സ്. നമുക്കറിയാം മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ പറയുന്ന സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. ഇവിടെയാണെങ്കിൽ ഫുഡ് ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. അവിടെയൊക്കെ വലിയ തട്ടിപ്പുകളൊക്കെ നടക്കാം. ഇതിപ്പോ എവിടെയും നടക്കാം അല്ലെ. ഇപ്പൊ ഈ പറയുന്ന പോലെ അതിന് വേണ്ടി ഒരു ഫുഡ് ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര എമൗണ്ട് കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ആ ഒരു എമൗണ്ടിനനുസരിച്ച് വല്ല കള്ള ബില്ലൊക്കെ തയ്യാറാക്കിയിട്ട് അത്ര എമൗണ്ട് അവർ എടുക്കില്ല, അല്ലെങ്കിൽ ബില്ലിന് കൂട്ടി പൈസ കൂട്ടി കാണിച്ചിട്ട് കുറവ് ക്വാളിറ്റിയിലുള്ള ഭക്ഷണം എടുക്കുക. അതെന്നൊക്കെ പറഞ്ഞ വലിയ വലിയ തട്ടിപ്പുകളാണ് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ നടക്കാം. അതൊക്കെ പല പ്രശ്നങ്ങളാണ് അല്ലെ. പിന്നെ എന്താണ്
ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ഗാർബേജ് അല്ലെ, ഇപ്പൊ മാലിന്യം നീക്കം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട പരാതികൾ. ഭക്ഷണ സാധനങ്ങളാണ്, വേസ്റ്റ് വരും, അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് ഡിസ്പോസ് ചെയ്യണം. അപ്പൊ ഈ പറയുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് സാധാരണയായിട്ട് അവർക്ക് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം സിറ്റുവേഷൻ. അത് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ, നമ്മളിപ്പോ പറഞ്ഞല്ലോ ഇതൊക്കെയാണ്. ക്ലിയർ ആണല്ലോ? അപ്പോ നമ്മള് ഒരു ചെറിയൊരു പോർഷൻ കൂടെയാണ് നമുക്ക് ബാക്കിയുള്ളത്, പിന്നെ ഒരു കുറച്ച് നോട്ട്സും കൂടി ഉണ്ട് അല്ലെ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ കൺക്ലൂഡ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ് കേട്ടോ. ഒരു ഡയറക്ടറി ഡിപ്പാർട്ട്മെന്റിൽ നയങ്ങളും നടപടിക്രമങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു കുറച്ച് തെറാപ്യൂട്ടിക് ഡയറ്റ്സിന്റെ സെന്റൻസ് കൂടെ നമുക്ക് എടുക്കാനുണ്ട്. ഇത്രയാണുള്ളത്. അപ്പൊ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. പിന്നെ അടുത്ത ക്ലാസ്സിൽ ഞാനൊരു പുതിയൊരു ചാപ്റ്റർ തുടങ്ങുകയും ചെയ്യും കേട്ടോ. ഡയാലിസിസ് സർവീസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരിക്കും ഞാൻ ഇനി അടുത്ത ക്ലാസ്സിൽ തുടങ്ങാം കേട്ടോ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയാലിസിസ് എനിക്ക് തോന്നുന്നു 24 ആണെന്ന് തോന്നുന്നു നമ്പർ, ചാപ്റ്റർ നമ്പർ 24 തോന്നുന്നു. 24 ഡയാലിസിസ് അടുത്ത ക്ലാസ്സിൽ തുടങ്ങട്ടെ. ഇത് കംപ്ലീറ്റ് ചെയ്യും പുതിയ ചാപ്റ്റർ കേട്ടോ. മുൻകൂട്ടി പറയുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങളത് എടുത്തു വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പറയാട്ടോ ഷറഫുനിസ. ഇന്നിപ്പോ പഠിച്ച കാര്യങ്ങള് നമുക്ക് ഒന്നും കൂടെ കൺക്ലൂഡ് ചെയ്ത് ഞാൻ പറയാം. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് റോൾ ഓഫ് ഡയറ്റീഷ്യൻസ് ആണ് അല്ലെ. ഡയറ്റീഷ്യന്റെ റോള് എന്തൊക്കെയാണ്? അപ്പൊ 4 പോയിന്റ്സ് ആണ് നമ്മൾ അതിനകത്ത് പറഞ്ഞത്. ഇതൊക്കെയായിരുന്നു: ഇൻപേഷ്യന്റ് കാറ്ററിംഗ്, ഡയറ്റ് കൗൺസിലിംഗ്, കമേഴ്സ്യൽ കാറ്ററിംഗ്, എഡ്യൂക്കേഷൻ, റിസർച്ച് ആൻഡ് ട്രെയിനിങ്. ഷിബിന് നോട്ട് തരാം കേട്ടോ. ഞാൻ എന്തായാലും നോട്ട് തരാൻ മറക്കില്ല. ഞാൻ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. നമുക്ക് 1 മണിക്കൂറല്ലേ ക്ലാസ് ഉള്ളൂ. അപ്പൊ അതിനകത്ത് പോർഷൻസ് നമുക്ക് നീക്കണം. നോട്ട്സ് തരാം കേട്ടോ. അത് ഞാൻ ഒരിക്കലും മറക്കില്ല, നിങ്ങൾ പേടിക്കണ്ട. തീരണം സാഗര. ഒക്ടോബർ ആകുമ്പോഴേക്കും മൊഡ്യൂൾ 2 തീരണം കേട്ടോ. പോർഷൻസ് ഉണ്ട് കവർ ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം ക്ലാസ് കേട്ടോ. കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് പോകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് കേട്ടോ. ശ്രദ്ധിക്കുക ക്ലാസ്. നമ്മൾ 4 പോയിന്റ്സ് ആണ് പറഞ്ഞത്. ഒന്ന് ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള ഇൻപേഷ്യൻസിന്റെ ഭക്ഷണ സേവനവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കണമെന്നാണ് പറഞ്ഞത്? ഒന്ന്, ആ രോഗിയുടെ രോഗാവസ്ഥ. 2, അദ്ദേഹത്തിന്റെ സാധാരണയുള്ള ഭക്ഷണശീലങ്ങൾ. പിന്നെ അതിനകത്ത് എന്തെല്ലാം എക്സ്ട്രാ ന്യൂട്രീഷണൽ നീഡ്സ് ഉണ്ട്. ഈ 3 കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഒരു ഇൻപേഷ്യന്റിന് ഭക്ഷണം കൊടുക്കേണ്ടത്. ഇത്രയാണ് നമ്മൾ ഇൻപേഷ്യന്റ് കാറ്ററിംഗിനകത്ത് പറഞ്ഞത്. പിന്നെ പറഞ്ഞത് ഡയറ്റ് കൗൺസിലിംഗ് ആണ്. ഡയറ്റ് കൗൺസിലിംഗ് നമുക്കൊരു ഔട്ട് പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്കുകൾ വഴി നൽകാനായിട്ട് സാധിക്കും. പിന്നെ ഒരു ഡയറ്റ് കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ പരിഗണിക്കണം? ഒന്ന്, രോഗിയുടെ ശരീരഭാരം. 2, അണ്ടർലൈൻ ഇൽനെസ്, അവരുടെ രോഗാവസ്ഥ. പിന്നെ അവരുടെ നോർമൽ ഫുഡ് ഹാബിറ്റ്സ് എന്തൊക്കെയാണ്. പിന്നെ ഓരോ രോഗിയുടെയും സാമ്പത്തിക സ്ഥിതിയെ ആശ്രയിച്ചുകൊണ്ട് അവർക്ക് സ്വീകാര്യമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ലഭ്യമായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്. ഇതെല്ലാം കൂടെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഒരു ഡയറ്റീഷ്യൻ അവർക്കുള്ള ഡയറ്ററി നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. അങ്ങനെ പേഷ്യൻസിന് അവർക്ക് ഒഴിച്ചുകൂടേണ്ടതും അല്ലെങ്കിൽ അതിന് മുൻഗണന കൊടുക്കേണ്ടതുമായിട്ടുള്ള ഫുഡ് ഐറ്റംസുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഭക്ഷണക്രമം അവർക്കായിട്ട് നിർദ്ദേശിക്കുന്നു. എന്തിലൂടെ? ഡയറ്റ് കൗൺസിലിലൂടെ. ആരാണ് നിർദ്ദേശിക്കുന്നത്? ഡയറ്റീഷ്യൻ. മനസ്സിലായല്ലോ? പിന്നെ നമ്മൾ പറഞ്ഞത് കമേഴ്സ്യൽ കാറ്ററിംഗ് ആണ്. അപ്പൊ കമേഴ്സ്യൽ കാറ്ററിംഗിന്റെ കുറച്ച് പ്രത്യേകതകൾ നമ്മൾ കണ്ടു. ഒന്ന്, എന്താണ്? സ്റ്റാഫ് ക്യാൻറ്റീൻ രൂപത്തിലുള്ള ഭക്ഷണ സേവനമായിരിക്കും. ഈ പറയുന്ന മീൽസ്, സ്നാക്സ്, കോൾഡ് ഡ്രിങ്ക്സ് ഒക്കെ അവിടെ അവൈലബിൾ ആയിരിക്കും. ഈ പറയുന്ന സ്റ്റാഫുകൾ മറ്റ് വിസിറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണ സേവനം അവിടെ ലഭ്യമാണ്. പിന്നെ സ്വകാര്യ പാർട്ടികൾ നടത്തുന്നതിനേക്കാൾ കുറെ കൂടി ചീപ്പർ കോസ്റ്റിലായിരിക്കും ഇവിടെ ഭക്ഷണ വിതരണം നടത്തുന്നത്. പിന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് എന്താ പറയുക, ഫുഡ് സർവീസിൽ ഈ പറയുന്ന ഭക്ഷണത്തിന്റെ ഗുണനിലവാരം നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഇതെല്ലാം തന്നെ കമേഴ്സ്യൽ കാറ്ററിംഗിന്റെ പ്രത്യേകതകളാണ്. കൂടുതൽ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്രോഫിറ്റിനായിരിക്കും. കേട്ടല്ലോ? പിന്നെ നമ്മൾ പറഞ്ഞ് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. ഒരു ഡയറ്റീഷ്യന് ഈ പറയുന്ന മെഡിക്കൽ സ്റ്റാഫുകള്, നഴ്സുമാര്, അല്ലെങ്കിൽ ടെക്നീഷ്യൻസ്, കുക്കുകള്, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ പറയുന്ന വിവിധ തരം ഭക്ഷണങ്ങളെ കുറിച്ചും കലോറിക് വാല്യൂസിനെ കുറിച്ച്, ബാലൻസ്ഡ് ഡയറ്റിനെ കുറിച്ചൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. അവർക്ക് അതിനെ കുറിച്ച് ബോധവാന്മാരാക്കി കൊടുക്കുക. പിന്നെ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ട് ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ട് ടീച്ചിങ് പ്രോഗ്രാംസുകളൊക്കെ കണ്ടക്ട് ചെയ്യുക. ഇവിടെ എല്ലാം ഈ പറയുന്ന 4 കാര്യങ്ങളിലും ഡയറ്റീഷ്യൻ ഒരു പ്രധാനപ്പെട്ട പങ്ക് വരുന്നുണ്ട്.
പിന്നെ നമ്മൾ കണ്ടത് എന്താണ് ഫങ്ഷൻസ് ആയിരുന്നു അല്ലെ. അതായത് ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഫങ്ഷൻസുകൾ എന്തൊക്കെയായിരുന്നു. ഒന്നാമത് നമ്മൾ പറഞ്ഞത് ഓർഗനൈസ്ഡ് പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോഗ്രാംസ് ഫോർ ദ എക്യുപ്മെന്റ് ആണ്. അതായത് ഈ പറയുന്ന ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ പ്രോപ്പർ ആയിട്ട് മെയിൻ്റനൻസ് നടത്തിയിരിക്കണം. പിന്നെ സപ്ലൈ ദ ബെസ്റ്റ് ഫുഡ് അറ്റ് കൺസിസ്റ്റന്റ് കോസ്റ്റ്, സ്ഥിരമായിട്ടുള്ള വിലയിൽ മികച്ച ഭക്ഷണ വിതരണം നടത്തണം. പിന്നെ മൂന്നാമത് പറഞ്ഞത് ഈ പറയുന്ന രോഗിയുടെ സ്പെസിഫിക്കേഷന് അനുസൃതമായിക്കൊണ്ട് ഭക്ഷണ സാധനങ്ങൾ വാങ്ങണം, അതിന്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി അതൊക്കെ ചെക്ക് ചെയ്യണം, കൃത്യമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം. ഇങ്ങനെ ഒത്തിരി പോയിന്റ്സ് പറഞ്ഞു കേട്ടോ നമ്മള്. പിന്നെ നമ്മൾ സാധാരണ കാണുന്ന പ്രോബ്ലം സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്. ഈ പറയുന്ന നഴ്സിംഗ് സ്റ്റാഫുകളും ഫുഡ് സർവീസ് സ്റ്റാഫുകളും തമ്മിലുള്ള തർക്കങ്ങൾ ഉണ്ടായിരിക്കാം. അതോടൊപ്പം തന്നെ ഈ ഫുഡിന്റെ ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെന്റിനെതിരെ വരുന്ന ചില പരാതികൾ ഉണ്ടായിരിക്കാം. പിന്നെ ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന നിസ്സാരമായിട്ടുള്ള കളവുകള്, ചോർച്ചകള്, അതൊക്കെ മീൻസ് മോഷണങ്ങള്, അങ്ങനെയൊക്കെ. പിന്നെ നമ്മൾ പറഞ്ഞു മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ നടക്കുന്ന വലിയ വലിയ തട്ടിപ്പുകള്, പിന്നെ മാലിന്യം നീക്കം ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പരാതികൾ, പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന് അവർക്ക് നേരിടേണ്ടി വരുന്ന പ്രോബ്ലം സിറ്റുവേഷൻസ്. ഇനി ഞാൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഏതായിരുന്നു ഒരു ഫസ്റ്റ് പോയിന്റ് എന്നോട് പറയാൻ പറഞ്ഞത്? ഫങ്ഷൻസിന്റെ ആണോ ഫസ്റ്റ് പോയിന്റ് പറയാൻ പറഞ്ഞേ? ചോദിച്ചോളൂ കേട്ടോ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണേ. മിസ്സേ പ്രോബ്ലംസിനായിട്ടുള്ള മൂന്നാമത്തേത് എന്താണ്? മൂന്നാമത്തെ പോയിന്റ് ട്രിവിയൽ തെഫ്റ്റ് ആൻഡ് റോബറി ഇൻ ഡിപ്പാർട്ട്മെന്റ്. അതായത് ഈ ഡിപ്പാർട്ട്മെന്റിൽ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിലൊക്കെ നടക്കുന്ന നിസ്സാരമായിട്ടുള്ള കളവുകള്, മോഷണങ്ങള്. നിസ്സാരമായിട്ടുള്ള കളവ്, മോഷണം എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് നമ്മള് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ പേഷ്യൻസിന് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അവരുടെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ചുകൊണ്ടായിരിക്കണം ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ അവർക്ക് ഇന്ന അളവിലൊക്കെ ഓരോ ഐറ്റംസ് ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ചിലവർ എന്ത് ചെയ്യും, ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ശരിയായിട്ടുള്ള അളവിൽ അതൊന്നും ചേർക്കില്ല. മനസ്സിലാക്കി? ഇത്ര ന്യൂട്രിയൻസ് അവർക്ക് കിട്ടണമെങ്കിൽ ആ ഐറ്റം ഇത്ര, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ന്യൂട്രിയൻസ് കിട്ടണമെന്ന് വിചാരിക്കാം. അപ്പൊ അത് കൃത്യമായിട്ടുള്ള അളവിൽ കൊടുത്താൽ മാത്രമേ അവർക്ക് കിട്ടുള്ളൂ. ആ അളവ് കുറച്ചിട്ട് ആ ഭക്ഷണം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതൊരു ചെറിയ കളവല്ലേ അവിടെ ചെയ്യുന്നത്. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ട്രിവിയൽ തെഫ്റ്റ് ആൻഡ് റോബറി, അതായത് നിസ്സാരമായിട്ടുള്ള കളവുകള്, മോഷണങ്ങള് ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നത്. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഗീവ് ഡയറക്ഷൻസ് ടു നഴ്സ്, മെഡിക്കൽ ആൻഡ് ഡെന്റൽ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടില്ലേ? ഇവിടെയാണ് ഇത് പോയിന്റ് എന്ന് പറയും. നമ്മുടെ പ്രോബ്ലംസിന് തൊട്ട് മുകളിലത്തെ പോയിന്റ്സിൽ താഴത്തുനിന്ന് മൂന്നാമത്തെ ഗീവ് ഡയറക്ഷൻസ് ടു നഴ്സ്. ഗീവ് ഡയറക്ഷൻ ടു നഴ്സസ്, മെഡിക്കൽ ആൻഡ് ഡെന്റൽ സ്റ്റുഡൻസ് about the principles of nutrition and diet therapy. അതായത് പോഷക തത്വങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ ഡയറ്റ് തെറാപ്പി അല്ലെ. അതായത് നമ്മള് ഡയറ്റ് തെറാപ്പിയിൽ ഉദ്ദേശിക്കുന്നത് തെറാപ്യൂട്ടിക് ഡയറ്റ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. കാർഡിയാക് ഡയറ്റ് അല്ലെ, അതൊരു തെറാപ്യൂട്ടിക് ഡയറ്റ് ആണ്. ഹൃദയസംബന്ധമായ അസുഖങ്ങൾക്ക് ഉള്ളവർക്ക് കൊടുക്കുന്ന ഭക്ഷണക്രമമാണ്. അതുപോലെ റീനൽ ഡയറ്റ്, അങ്ങനെ ഓരോ രോഗത്തിനും അനുസൃതമായ ഓരോ ഭക്ഷണക്രമങ്ങളുണ്ട്. അപ്പൊ അത്തരം ഡയറ്റ് തെറാപ്പി അഥവാ തെറാപ്യൂട്ടിക് ഡയറ്റ്സിനെ കുറിച്ചും പോഷക തത്വങ്ങളെ കുറിച്ചും ഒക്കെ ഈ പറയുന്ന നഴ്സുകള് മറ്റുള്ള മെഡിക്കൽ സ്റ്റാഫുകൾക്കൊക്കെ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതില് ഡെന്റൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പല്ലിന്റെ ഡെന്റൽ. ഡെന്റൽ എന്ന് പറയുമ്പോഴും മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനകത്ത് തന്നെയല്ലേ. ഡെന്റൽ ഇൻഷുറൻസ് എന്ന് പറയുമ്പോഴും മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനകത്ത് വരുന്നതാണ്. അതിനവിടെ ഭയങ്കര ഫോക്കസ് ഒന്നും കൊടുക്കണ്ട. ഡെന്റൽ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഡിപ്പാർട്ട്മെന്റ്, ഓക്കെ, അവർക്ക് അതിന് വേണ്ടിയിട്ട് നിർദ്ദേശം. ഹലോ മിസ്സേ, നമുക്കിപ്പോ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നമുക്കിപ്പോ വലിയ വലിയ ഹോസ്പിറ്റൽസിലൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നൊക്കെ? വലിയ ഹോസ്പിറ്റൽസിലായിരിക്കും. ചെറിയ സ്മോൾ ഹോസ്പിറ്റൽസിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. അത്യാവശ്യം ഈ പറയുന്ന അത്യാവശ്യം വലിയ വലിയ ഹോസ്പിറ്റലുകളിലായിരിക്കും ഹോസ്പിറ്റലുകൾ. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ? അതെന്താണ്?
എന്താണ് ഷിഹിന? ട്രെയിൻ ഡയറ്ററ്റിക്സ് ഇന്റേൺ ഫങ്ഷൻസിനായിട്ടുള്ള. ഓക്കെ ഓക്കെ. ട്രെയിൻ ഡയറ്ററ്റിക്സ് ഇന്റേൺ. ഇന്റേൺ എന്ന് പറഞ്ഞാല് ഇന്റേൺഷിപ്പ് ചെയ്യുന്ന ആൾക്കാരില്ലേ, സ്റ്റുഡൻസ് ആണ് അവര്. ഈ പറയുന്ന ഒരു രജിസ്ട്രേർഡ് ഡയറ്റീഷ്യന്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഇന്റേൺസ് ഉണ്ടായിരിക്കും, സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അവർക്ക് ഈ പറയുന്ന ഡയറ്ററ്റിക്സിനെ സംബന്ധിച്ച്, അതായത് ഈ ഭക്ഷണക്രമത്തിനെ സംബന്ധിച്ചുള്ള പരിശീലനങ്ങൾ കൊടുക്കുക. മനസ്സിലായോ? ഈ പറയുന്ന ഭക്ഷണക്രമത്തിൽ എന്തെല്ലാം ഇനങ്ങൾ ഉൾപ്പെടുത്തണം, അത് ഏതൊക്കെ രീതിയിൽ ഓരോ രോഗിയുടെയും ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട് എന്നതിനെ കുറിച്ചുള്ള ഒരു നോളജ് കൊടുക്കണം അല്ലെ? അവർക്ക് അതിന് വേണ്ട പരിശീലനങ്ങൾ കൊടുക്കണം. മനസ്സിലായോ? ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇന്റേൺസ് എന്ന് പറഞ്ഞാൽ അവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന പ്രവർത്തിക്കുന്ന കുട്ടികൾ, സ്റ്റുഡൻസ് ആണ് കേട്ടോ. അവർക്ക് വേണ്ട പരിശീലനങ്ങൾ കൊടുക്കുക. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ശരി എന്നാ. ഓക്കെ, താങ്ക് യു.